സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ കേരളീയർ വലിയ വേദനയോടെ കടന്നുപോയ ദിവസമാണിന്ന്. 4 പെൺകുഞ്ഞുങ്ങൾ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 പെൺകുട്ടികൾ വാഹനാപകടത്തിൽ മരിച്ചതിൻ്റെ പിറ്റേന്ന്. വലിയ അപകടങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ തൊട്ടു മുമ്പ് ആലപ്പുഴയിൽ കളർകോട് ഒരു വാഹനാപകടം ഉണ്ടായി. MBBSൻ്റെ ആദ്യ വർഷത്തിന് ജോയിൻ ചെയ്ത 6 വിദ്യാർത്ഥികൾ അവിടെ മരിച്ചു. അതിൻ്റെ വേദന കഴിയുന്നതിന് മുമ്പാണ് ഇങ്ങനെ ഒരു ദുരന്തം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. പാലക്കാട് കരിമ്പയിൽ ഈ വാഹനാപകടം ഉണ്ടാകുന്നത്. ചെറുതും വലുതുമായ അനവധി അപകടങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ അപകടമുണ്ടായതിൻ്റെ പിറകെ ഇന്ന് നിയന്ത്രണം വിട്ട വാഹനം വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പാഞ്ഞു കയറിയതിനെക്കുറിച്ചുള്ള വാർത്ത വന്നു. വിദ്യാർത്ഥികളെ കയറ്റിക്കൊണ്ടുപോയ ഓട്ടോറിക്ഷ മറിഞ്ഞതിനെക്കുറിച്ചുള്ള വാർത്ത വന്നു. ഇവിടെയൊന്നും ജീവഹാനി ഉണ്ടായില്ല എന്ന ആശ്വാസം നമുക്കുണ്ട്. ഓരോ അപകടവും പലതരത്തിലുള്ള ചർച്ചകൾ തുറന്നുവിടും. ആരാണ് ഇതിന് ഉത്തരവാദി എന്ന ചോദ്യങ്ങൾ ഉയരും. പലതരത്തിലുള്ള കുറ്റപ്പെടുത്തൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. പക്ഷേ ഇത് വീണ്ടും ഇതേ അവസ്ഥയിൽ തന്നെ തുടരുകയും ചെയ്യും. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് 2 എക്സ്പേർട്സാണ്. ഒരാൾ ടോണി മാത്യു. അദ്ദേഹം പ്രിൻസിപ്പൽ ട്രാൻസ്പോർട്ട് സ്പെഷ്യലിസ്റ്റാണ്. TRL ഇന്ത്യയുടെ ഓപ്പറേഷൻസിന് നേതൃത്വം നൽകുന്ന ആളാണ്. TRL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതാഗത രംഗത്ത് സുരക്ഷിതമായ ഗതാഗത സംവിധാനങ്ങളെക്കുറിച്ച് സ്വതന്ത്രമായി ഗവേഷണം നടത്തുകയും സുരക്ഷിതമായ ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വിവിധ രാജ്യങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു നോൺ പ്രോഫിറ്റ് കമ്പനിയായിട്ട് പ്രവർത്തിക്കുന്നതാണ് TRL. ഇംഗ്ലണ്ട് കേന്ദ്രീകരിച്ച് 1930കളിൽ ആരംഭിച്ച് ഇപ്പോഴും പ്രവർത്തനം തുടരുന്ന വിവിധ രാജ്യങ്ങളെ സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതിൻ്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ആളാണ് ടോണി മാത്യു. രണ്ടാമത്തെ ആൾ നമുക്ക് റിസാല അപ്ഡേറ്റിൻ്റെ പ്രേക്ഷകർക്ക് നേരത്തെ പരിചയമുള്ള ആളാണ് ജോസി ജോൺ. അദ്ദേഹം ഒരു ചീഫ് സെക്യൂരിറ്റി എക്സ്പേർട്ടാണ്. നിർമ്മാണ മേഖലയിലെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഒപ്പം വേൾഡ് ബാങ്കിൻ്റെ പ്രോജക്റ്റുകളുടെ കൺസൾട്ടൻ്റ് കൂടിയാണ് ജോസി ജോൺ. ഞാൻ ജോസി ജോണിൻ്റെ അനുമതിയോടുകൂടി ഞാൻ ആദ്യം ടോണി മാത്യുവിലേക്കാണ് പോകുന്നത്. ടോണി, എന്താണ് തോന്നുന്നത് നമ്മളുടെ ഈ കേരളത്തിൻ്റെ ഒരു ആവർത്തിക്കുന്ന അപകടങ്ങൾ, എന്താ പറയുക, മനുഷ്യനെ വേദനിപ്പിക്കുന്ന വലിയ വേദനയിലേക്ക് നയിക്കുന്ന ജീവഹാനികൾ, ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പലതരത്തിൽ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ട്രാഫിക് റൂൾസ് വേണ്ടത്ര പാലിക്കാത്തതിനെക്കുറിച്ച്, അതിന് വേണ്ടത്ര സംവിധാനങ്ങളില്ലാത്തതിനെക്കുറിച്ച്, റോഡുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നമുക്ക് കഴിയാത്തതിനെക്കുറിച്ച്, അങ്ങനെ പലതരത്തിൽ നമ്മൾ ഇതിന് കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളതിനെ ഇൻ ടോട്ടൽ സമീപിക്കുമ്പോൾ എന്താണ് സത്യത്തിൽ കേരളത്തിൻ്റെ റോഡുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? താങ്ക്സ് രാജീവ്. ഇത് ആരെയും കുറ്റപ്പെടുത്തൽ, ഇപ്പോൾ രാജീവിന് നമ്മളിപ്പോഴും ആ ഒരു മോഡിലാണ്. പലരെയും ആർക്കിടയിലാണ് കുറ്റം എന്ന് കണ്ടുപിടിക്കാനുള്ള ആ ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പം. ഈ ഒരു സ്റ്റേജിലായിരുന്നു ലോകത്തിലെ പല വികസിത രാജ്യങ്ങളും ഒരു 30-40 വർഷം മുമ്പ് വരെ, അല്ലെങ്കിൽ ഒരു 70-കൾ 80-കൾ ആ സ്റ്റേജിൽ. ഇപ്പം റോഡ് നമ്മൾ അപകടം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു ജനറൽ ഡെഫിനിഷൻ, ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. നമ്മുടെ വാഹനം എടുത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ ഇതിനകത്ത് 3 എലമെൻ്റ് ഉണ്ട്. നമ്മൾ ആസ് എ യൂസർ, നമ്മുടെ വാഹനം, റോഡ് എൻവയോൺമെൻറ്റ്. ഇത് 3ഉം സേഫായിട്ട് ബിഹേവ്, ഇതിനെയാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഡെവലപ്ഡ് കൺട്രി വിളിക്കുന്ന ഈ 3ഉം കൂടെ ചേരുന്നതും, പിന്നെ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കൺട്രിയിൽ ആ പ്രദേശത്തുള്ള എമർജൻസി റെസ്പോൺസ്, അപകടത്തിൻ്റെ റെസ്ക്യൂ എമർജൻസി റെസ്പോൺസും കൂടെ ചേർന്നാണ് അവരൊരു സേഫ് സിസ്റ്റം എന്ന് കാണുന്നത്. ഈ സിസ്റ്റത്തിനെ സേഫാക്കുന്ന എഫേർട്ടാണ് ഈ ഡെവലപ്ഡ് കൺട്രീസ്, അപകടങ്ങൾ വളരെ ഗണ്യമായി കുറച്ച കൺട്രീസ് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ എഫേർട്ട്, ഒരു അപകടം ഉണ്ടായാൽ ഈ 4 കമ്പോണൻറ്റും ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്തത്, ഈ 4 കമ്പോണൻറ്റിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇൻറ്റൻസിഫൈഡ് എഫേർട്ടിൽ കൂടെയാണ് അവർ അപകടങ്ങളെ ടാക്കിൾ ചെയ്തത്. അവിടെ നമ്മളെക്കാട്ടി വളരെ കൂടുതൽ വാഹനങ്ങളുണ്ട്, വാഹനപ്പെരുപ്പമുണ്ട്, ഈ
മില്യൺ വെഹിക്കിൾ കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നത് നമ്മളെക്കാട്ടൊക്കെ 10 മടങ്ങ് കൂടുതലാണ്. പക്ഷേ അപകടങ്ങൾ വളരെ വളരെ കുറവാണ്. അതിങ്ങനെ ഈ സിസ്റ്റം ട്രീറ്റ് ചെയ്യുന്നുണ്ടാണ്. ഇപ്പോൾ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഫോക്കസ് ഇതുവരെ എന്ന് പറയുന്നത് ഓക്കെ, ആൾക്കാർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അവർ തോന്നിവാസം കാണിക്കുന്നു, അതുകൊണ്ട് അപകടം ഉണ്ടാകും എന്നുള്ളതാണ് ആ ഒരു കാഴ്ചപ്പാട്. ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ മുമ്പോട്ട് നീങ്ങിയാൽ ഇതൊരിക്കലും വലിയ കാര്യമായിട്ട് കുറയാൻ പോകുന്നില്ല. ഇപ്പോൾ സേഫ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഡെവലപ്ഡ് കൺട്രീസും ഇങ്ങനെയായിരുന്നു. ആൾക്കാരെ അപകടം ഉണ്ടാക്കുന്നു, അപ്പോൾ എൻഫോഴ്സ് ചെയ്യുക, ഫൈൻ അടിക്കുക, അവരുടെ പുറകെ പോവുക. പക്ഷേ അറ്റ് സം പോയിന്റ് അവർ മനസ്സിലാക്കുന്നത് ഹ്യൂമൻ ബീയിങ്സ് വിൽ മേക്ക് മിസ്റ്റേക്സ്. അതുണ്ടാകും എത്ര ഇനി മുമ്പോട്ട് പോകും. അപ്പോൾ അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടായാലും സിസ്റ്റം ഷുഡ് ബി ട്രീറ്റഡ് ഇൻ സച്ച് എ വേ, അല്ലെങ്കിൽ ഡെവലപ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഈ അപകടങ്ങളുടെ ഇഞ്ചുറിയും ഡെത്തും ഒക്കെ കുറയ്ക്കണം എന്നുള്ളത്. അപ്പോൾ അവർ ഈ അപകടങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് മാറി അപകടത്തിൽ നിന്നുണ്ടാകുന്ന മരണങ്ങളും ഇഞ്ചുറികളും കുറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലേക്കാണ് മാറുന്നത്. ഇപ്പം അങ്ങനെയാണ് ഡെവലപ്ഡ് കൺട്രീസൊക്കെ മൂവ് ചെയ്യുന്നത്. അതാണ് അവരുടെ ഫോക്കസ്. ഇപ്പം നമുക്കിവിടെ എടുത്തു കഴിഞ്ഞാൽ യൂസറിനെ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, പല യൂസേഴ്സും റിസ്ക് എടുക്കുന്നവരും റിസ്ക് അവയർനെസ് ഇല്ലാത്തവരും മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാത്തവരൊക്കെ ഉണ്ട്. ആ ഒരു കാരണം അവിടെ ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 80% ഓഫ് വെഹിക്കിൾ ഫ്ലീറ്റ് നമ്മുടെ സുരക്ഷിതമല്ല. ഇപ്പോഴാണ് നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള കാറുകളും ഒക്കെ വന്നു തുടങ്ങിയത് കഴിഞ്ഞൊരു 1-2 വർഷമായിട്ട്, ടാറ്റയുടെ മഹീന്ദ്രയുടെ. അതിനു മുമ്പ് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന കാറുകളോ ഓട്ടോകളോ 2 വീലറോ ഒന്നും തന്നെ സുരക്ഷിതമല്ല. അപ്പോൾ വെഹിക്കിളിൻ്റെ ഇഷ്യൂ ഇവിടെയുണ്ട്. എക്സിസ്റ്റിംഗ് നമുക്കൊരു വെഹിക്കിൾ സേഫ്റ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു നല്ലൊരു സിസ്റ്റം ഇല്ല. വെഹിക്കിൾ ഫ്ലീറ്റും മോശമാണ്. റോഡ് എൻവയോൺമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എവറി 100 മീറ്റർ ഞാൻ പറയുന്നത് ഒരു ക്രാഷ് റിസ്ക് റോഡിൽ പതിയിരിക്കുകയാണ്. നമ്മുടെ ഈ മൊത്തം ഒരു വർഷം ഉണ്ടാകുന്ന അപകടങ്ങൾ അനലൈസ് ചെയ്താൽ ഇത് കോമൺ ആണ്, എല്ലാ രാജ്യങ്ങൾക്കും അപ്ലൈഡ് ആണ്. ഒരു 8-9 ടൈപ്പ് ഓഫ് ക്രാഷസ് ആയിരിക്കും 90% ഉള്ളത്. അതായത് പെഡസ്ട്രിയനെ ഹിറ്റ് ചെയ്യുന്നു, ബൈക്ക് റിയർ ആൻഡ് കൊലീഷൻ, പുറകെ ഇടിക്കുന്നു, ഹെഡ് ഓൺ കൊലീഷൻ, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. 8-9 ടൈപ്പ് ഓഫ് ക്രാഷസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ക്രാഷസ് ഉണ്ടാവുന്ന റിസ്ക് നമ്മുടെ നെറ്റ്വർക്കിലുണ്ട് എപ്പോഴും. ഈ റിസ്ക് ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ, ഒരു ഫുട്പാത്ത് ഇല്ലാത്ത റോഡിൽ പെഡസ്ട്രിയൻ സ്പീഡിൽ പോകുന്ന വാഹനങ്ങളുമായിട്ട് കൂട്ടിക്കൊഴിഞ്ഞ് പോകുന്നിടത്ത് പെഡസ്ട്രിയന് ഒരു ഇടി കിട്ടാനുള്ള റിസ്ക് നിലനിൽക്കുന്നുണ്ട്. 1,00,000 വാഹന പാസേജിനിടയ്ക്ക് ഒരു ഇടി ഇടിക്കും പെഡസ്ട്രിയനിട്ട്. ഇപ്പോൾ ആ റോഡിൽ കഴിഞ്ഞ ഒരു വർഷം ലോറി ഇന്നത്തെ സംഭവം തന്നെ എടുത്താൽ ഒരു 10,000 ലോറികൾ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ 50,000 പോയിട്ടുണ്ടാവും. അതിനകത്ത് ഒരെണ്ണം കൺവേർട്ടഡ് ആയി ഇടിയായിട്ട്, ഇത് ക്രാഷായിട്ട്. അതിൽ നിന്ന് 5 പേര് മരിച്ചു. റൈറ്റ്. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ക്രാഷ് റിസ്കിനെ റോഡുകളിൽ നിന്ന് റോഡ് എഞ്ചിനീയറിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 7-8 ടൈപ്പുള്ള ക്രാഷ് റിസ്കുകളെ റോഡ് ഡിസൈൻ ചെയ്ത് മാറ്റിയെടുക്കണം. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ആൾക്കാർ ചോദിക്കും PWD അങ്ങനെയുള്ളവർ ചോദിക്കും. അപ്പോൾ പിന്നെ എങ്ങനെ ഇതിനൊക്കെ ഒരുപാട് പൈസ ആവാൻ നടക്കുന്ന കാര്യമല്ല, അതിന് ഇത്രയും നെറ്റ്വർക്ക് ഉണ്ട്. പക്ഷെ അതല്ല, നമ്മുടെ കയ്യിൽ കഴിഞ്ഞ 5 വർഷത്തെ ഡേറ്റയുണ്ട്. എവിടെയാണ് പെഡസ്ട്രിയൻസ് റിസ്ക് കൂടുതൽ നെറ്റ്വർക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ 1,00,000 കിലോമീറ്റർ ഉണ്ട് കേരളത്തിൽ. ഏകദേശം 30,000 കിലോമീറ്റർ PWD തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് എത്രയോ ശതമാനം കിലോമീറ്ററുകളിലാണ് മേ ബി 70-75% പെഡസ്ട്രിയൻ ക്രാഷ് നടക്കുന്നത്, ഇന്നലെ നടന്ന സംഭവം ഉൾപ്പെടെ. അവിടെ പെഡസ്ട്രിയൻ്റെ റിസ്കിനെ റിമൂവ് ചെയ്യണം ഡിസൈൻ ചെയ്ത്. അതാണ് ഒരു റോഡ് ഓർഗനൈസേഷൻ ചെയ്യേണ്ടത്, എഞ്ചിനീയറിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ഇപ്പം ഓക്കെ 10 ബ്ലാക്ക് സ്പോട്ട് ഉണ്ട്, നമുക്ക് ബ്ലാക്ക് സ്പോട്ട് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ സുരക്ഷ ഇമ്പ്രൂവ് ആവില്ല. ബ്ലാക്ക് സ്പോട്ട് ഇവിടെ കേരളത്തിൻ്റെ എല്ലാ 100 മീറ്റേഴ്സും പൊട്ടൻഷ്യൽ ബ്ലാക്ക് സ്പോട്ടുകളാണ്. ഒരു ബ്ലാക്ക് സ്പോട്ട് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ആ ബ്ലാക്ക് സ്പോട്ടിൽ നിന്ന് ജമ്പ് ചെയ്ത് അടുത്ത സ്പോട്ടിലേക്ക് പോകും. അങ്ങനെയാണ് അതിൻ്റെ സയൻസ്. അതൊരിക്കലും ഈ ഡെവലപ്ഡ് കൺട്രീസിലുള്ള നെറ്റ്വർക്കിൽ വളരെയേറെ സുരക്ഷിതത്വ സംവിധാനങ്ങൾ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കിലാണ് അവർക്ക് ബ്ലാക്ക് സ്പോട്ട്സ് കണ്ടെത്തുന്നത്. അവിടെ ഇവിടെയൊക്കെ എന്തോ കാരണങ്ങൾ കൊണ്ട് ഇടി കൂട്ടുന്ന ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ. നമുക്കങ്ങനെയല്ല, ഒരു കോറിഡോറിനാണ് റിസ്ക്. അപ്പോൾ കോറിഡോറിനെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ഒരു അപ്രോച്ചാണ് നമുക്ക് എടുക്കേണ്ടത്. റിസ്കുകളെ കുറച്ചുകൊണ്ടിരിക്കുക. പെഡസ്ട്രിയൻ റിസ്ക് നമ്മുടെ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ആ പെഡസ്ട്രിയന് ഇടി കിട്ടാനുള്ള റിസ്ക്, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ പല റോഡുകളും പെഡസ്ട്രിയനും വാഹനമായിട്ട് ഒരുമിച്ചാണ് നടക്കുന്നത്.
ഗവേഷണങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു പെഡസ്ട്രിയനെ ഒരു വാഹനം 45 km/h മേളിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ, മേളിൽ സ്പീഡിൽ പോയിട്ട് അയാൾക്കിട്ട് തട്ടിയാൽ അയാൾ മരിക്കാനുള്ള ചാൻസ് 95% മുകളിലാണ്. ഓക്കെ, ഇത് 30 km/h ആണെങ്കിൽ വെറും 10% ഉള്ളൂ, 5% അത്രേ ഉള്ളൂ. കാര്യം ഒരു ഇടി ഇടിച്ചു കഴിയുമ്പോൾ എനർജി E=12mc², അത് ആ ഈ വെലോസിറ്റിയുടെ എക്സ്പോണൻഷ്യലാണ് എനർജി റിലീസ് ചെയ്യുന്നത്. അപ്പം 45 km 50 km/h പോകുന്ന ഒരു വണ്ടി ഒരു പെഡസ്ട്രിയനെ തട്ടിയാൽ അയാൾ ഒന്നുകിൽ മരണപ്പെടും, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഇഞ്ചുറി ഉണ്ടാകുമെന്നുള്ള സുനിശ്ചിത. നമ്മുടെ നെറ്റ്വർക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരു 50,000 കാർ പാസേജിനിടയ്ക്ക് ഒരെണ്ണം തട്ടും. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം 4,000 എത്രയോ പേര് മരിച്ചതിൽ 1/3 കാൽനട യാത്രക്കാരാണ് മരിച്ചത്. അപ്പോൾ ഒരു സെൻസിബിൾ എഞ്ചിനീയറിംഗ് ചെയ്യുന്നിടത്ത് നമ്മൾ എന്തുകൊണ്ടും ഫുട്പാത്ത് പണിയും എന്നുള്ളത്, ഫുട്പാത്ത് പണിയുന്നത് അവിഭാജ്യ ഘടകമാകേണ്ടതാണ് കേരളം പോലൊരു സംസ്ഥാനത്ത്. പക്ഷെ ഒട്ടും തന്നെ അത് ചെയ്യുന്നില്ല. സ്ഥലപരിധിമുള്ള ആൾക്കാർ പറയുന്നുണ്ട്, പക്ഷെ നമ്മളൊരു എഫേർട്ട് പോലും ഇടുന്നില്ല. ഇപ്പം ഞാൻ പറയുന്നത്, നമ്മൾ 800 AI ക്യാമറ വെച്ചു എന്ന് പറയുന്നു. ഓക്കെ, അതൊരു സ്റ്റെപ്പാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആൾക്കാർ PWD ചോദിക്കുന്നില്ല, നിങ്ങൾ അടുത്ത വർഷം എത്ര കിലോമീറ്റർ ഫുട്പാത്താണ് നിങ്ങളുടെ ടാർഗറ്റ് പണിയാൻ, എത്ര കിലോമീറ്റർ ക്രാഷ് ബാരിയറാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കാര്യം അറണ്ണ വെഹിക്കിൾ ക്രാഷ് ബാരിയർ ഉണ്ട്. ഹെഡ് ഓൺ കൊലീഷൻസ് നടന്ന സ്ഥലങ്ങളിൽ എത്ര കിലോമീറ്റർ ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്? അങ്ങനെ PWDക്കും അല്ലെങ്കിൽ ഇവിടുത്തെ റോഡ് ഏജൻസികൾക്കും ഒരു ടാർഗറ്റ് ഉണ്ടാവണ്ടേ? റോഡ് സുരക്ഷ മെച്ചപ്പെടുത്താൻ എന്താണ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നത്? വെഹിക്കിൾ സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യുന്നത്? ഞാനൊരു വെഹിക്കിൾ സേഫ്റ്റി എക്സ്പെർട്ടല്ല, പക്ഷേ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പം ഈ ഇടിക്കുന്ന വെഹിക്കിളുകളൊക്കെ നോക്കിയറിയാം, അവർക്കൊക്കെ ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, ബ്രേക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ നമുക്ക് ഡേറ്റ ഇല്ല. നമ്മുടെ മര്യാദയ്ക്ക് ഒരു ഡേറ്റ കളക്ട് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്ത് അതിൻ്റെ കാരണം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. നമ്മളിപ്പോഴും കാരണങ്ങളെല്ലാം യൂസറിലേക്കാണ് പോകുന്നത്. ആ കുട്ടികൾ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ആ ഡ്രൈവർ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ബ്ലെയിം ചെയ്യുന്ന തരത്തിലാണ് നമ്മുടെ ഡേറ്റ. നമുക്ക് നമ്മുടെ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഡേറ്റ കളക്ട് ചെയ്ത് ഒരു ഹോണസ്റ്റ് കോൺവെർസേഷൻ ഇവിടെ ഉണ്ടായി ആ സിസ്റ്റത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളൊരു ശ്രമം നടത്തില്ല. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൽ ആകെ എല്ലായിടത്തും റിസ്ക് ഉണ്ട്. ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ആൾക്കാരുടെ യൂസറാണ് പ്രശ്നം, യൂസർ ക്യാമ്പയിനിങ് നടത്താം, യൂസറിനെ നമുക്ക് ഇപ്പം എൻഫോഴ്സ് ചെയ്ത് ശരിയാക്കി കളയാമെന്ന് പറഞ്ഞാൽ വി ആർ ലുക്കിംഗ് അറ്റ് എ ഡെഡ് വാൾ. നമ്മൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു 10% ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും, 15%, അതിന് മുകളിലേക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതിന് മുകളിലേക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ എമർജൻസി റെസ്പോൺസ്, ഇപ്പോൾ എമർജൻസി റെസ്പോൺസ് എന്നാണ്, അതൊരു വലിയൊരു ഘടകമാണ്. ഒരു ഇടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഗോൾഡൻ അവറിനകത്ത് അയാൾക്ക് നല്ല ചികിത്സ കൊടുക്കണം എന്നുള്ളത് ഒരു ഇതാണ്. പക്ഷേ നമ്മുടെ എമർജൻസി റെസ്പോൺസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ, നമുക്ക് 108 ആംബുലൻസ് ഉണ്ട്, നമുക്കുണ്ടെന്നൊക്കെ പറയാം. പക്ഷേ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അത് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും അതൊന്നും എഫക്റ്റീവ് അല്ല എന്നുള്ളത്. മാരുതി ഒമ്നി ആംബുലൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് പോകുന്നതും അത് തന്നെ അപകടകരം. പലയിടത്തും ഈ അപകടങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് ആൾക്കാരെ വെറുതെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് അത് മാറി. അപ്പം നമ്മളൊരു കണ്ടിന്യൂസ്ലി അതിനെ മോണിറ്റർ ചെയ്യുന്നില്ല. എത്ര മിനിറ്റിനകത്താണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്, എന്തായിരുന്നു അതിൻ്റെ കഴിഞ്ഞ വർഷം ഉണ്ടായ 108 സർവീസസിൻ്റെ ഒരു പഠനം നടത്തി എന്താണ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എവിടെ ലാഗ് വന്നു, അങ്ങനത്തെ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് നമ്മൾ ചെയ്യുന്നില്ല. നമ്മളൊരു ബ്ലെയിം ഗെയിമിലേക്കും ഒരു യൂസറിലേക്കും ഒക്കെയാണ് നമുക്കൊരു സൊല്യൂഷൻ വൈസ് പോകുന്നത്. റൈറ്റ്. അപ്പോൾ ഞാൻ വരാം, ടോണി, ഒരു മിനിറ്റ് ഞാൻ വരാം. ഞാൻ ജോസി ജോണിലേക്ക് ഒന്ന് പോട്ടെ. ജോസി ജോൺ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതായത് സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിനെ ഒന്ന് പഠിക്കുക, പഠിച്ചതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു പ്ലാനിങ് ഉണ്ടാവുക. അത് റോഡ് നിർമ്മാണത്തിൽ മുതൽ വാഹനങ്ങളുടെ സാന്ദ്രതയുടെ കാര്യത്തിൽ, വാഹനങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ, ഇതിലൊക്കെ ഡാറ്റ ഉണ്ടാക്കി പഠിച്ച് പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ഒരു അപ്രോച്ച് നമുക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? താങ്ക് യു റിസാല, ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട്. നമ്മുടെ പ്രിയപ്പെട്ട ടോണി സാർ വളരെ 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 ക്ലിയറായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു 2 കാര്യങ്ങൾ ആദ്യം തന്നെ ഇവിടെ പറഞ്ഞു. പലപ്പോഴും ഒരു ആക്സിഡൻറ്റ് കഴിയുമ്പോൾ ഇതൊരു ഫോൾട്ട് ഫൈൻഡിങ് മിഷനായിട്ടാണ് മാറുന്നത്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ മീഡിയയിലും കുറച്ച് റിപ്പോർട്ടും ഒക്കെ വരും. ഇറ്റ് ഷുഡ് ആക്ച്വലി ബി എ ഫാക്ട് ഫൈൻഡിങ് മിഷൻ. വാട്ട് ഹാസ് കോസ് ദീസ് ആക്സിഡൻറ്റ്സ്? പ്രൈമറിലി ഇപ്പോൾ വെഹിക്കിൾസ് നോക്കുവാണെങ്കിൽ ഒരു റോഡിലെ വെഹിക്കിൾസ്, പീപ്പിൾ ആൻഡ് ദ റോഡ്സ്. അപ്പോൾ ഇത് മൂന്നും കൂടിയുള്ള ഒരു യുണൈറ്റഡ് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് സേഫായിട്ട് മുന്നോട്ട് പോകാനായിട്ട്.
അപ്പോൾ ഒരു ഫാക്ട് ഫൈൻഡിങ് മെഷീൻ വരുന്നുണ്ടെ യു വിൽ ഫൈൻഡ് ഔട്ട് വേർ ഇസ് ദ ആക്ച്വൽ പ്രോബ്ലം. എനിക്ക് വളരെ പ്രയാസം തോന്നിയൊരു കാര്യം ഇന്നലത്തെ ആക്സിഡന്റ് ശേഷം ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു ഗൂഗിളാണ് ഇവിടുത്തെ റോഡ് റൂട്ടുകളൊക്കെ തീരുമാനിക്കുന്നത്. ഐ വാസ് ഷോക്ക്ഡ്. പിന്നെ വെരി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഗൂഗിൾ ആണ് തീരുമാനിക്കുക, അതനുസരിച്ച് എഞ്ചിനീയർമാർ കോൺട്രാക്ടർമാർ എന്തോ കാണിച്ചു കൂട്ടുന്നു. ഈ ഷുഡ് നോട്ട് ഹാവ് മേഡ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. അതെന്താണ് ആ ആക്സിഡന്റ് റിയൽ കോസ് എന്തോ ആണെന്നും മൂടി വെക്കാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അത് കാണാനായിട്ട്. കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ വന്ന ഒരു റെസ്പോൺസ് ആ ഒരു ആക്സിഡന്റിൽ പൊതുജനം അവിടെ വളരെയധികം പ്രതിഷേധങ്ങളൊക്കെ നടത്തി. എന്തിനാ? അതുപോലെ ഈ ഒരു ബ്ലാക്ക് സ്പോട്ടിൽ ഞങ്ങൾ വളരെയധികം കംപ്ലയിൻസും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇത് റിപ്പയർ ചെയ്യണം, ഇത് ശരിയാക്കണം, അത് വലിയൊരു പ്രതിഷേധം. അപ്പോൾ അതിനെ ഒരു ടെമ്പററി ആയിട്ടൊന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ടാണോ എന്ന് വരെ എനിക്ക് സംശയിച്ചു. സോ ഈ ഒരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടത്. ആ സിസ്റ്റത്തിലെ എല്ലാ ഘടകങ്ങളിലേക്കും ഒരു ഡീപ്പായിട്ട് പഠനം നടത്തിയിട്ട് എവിടെയാണ് നമ്മൾ ഇത് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു റോഡ്സ് ഒന്നും ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നതല്ലേ. എവിടെയോ കുറേ വർഷങ്ങൾ മുമ്പ് കുറച്ച് കാളവണ്ടി പോയിരുന്നു ആ വീടിൻ്റെ പറമ്പിൽ കൂടെ. അപ്പോൾ ഒരുത്തം പറയും ഇതിലേ വിടാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അവിടെ ഒരു വളവുണ്ടാക്കി. ആ വളവുണ്ടാക്കി കഴിഞ്ഞിട്ട് കാറുകൾ ഓടാൻ തുടങ്ങി, ട്രക്കുകൾ ഓടാൻ തുടങ്ങി. ആ വളവ് അത് ഇൻസഫിഷ്യൻ്റ് ആയി. ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ധാരണ എന്താണ്, ഒരിക്കൽ വണ്ടിയെ കയറി കഴിഞ്ഞാൽ ആക്സിലറേറ്റർ 60 കിലോമീറ്റർ സ്പീഡേ വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിൽ കൂടിയാണ് ഇത് വരുന്നത്. ഇപ്പോൾ ടോണി സാറാണെങ്കിലും ഞാനാണെങ്കിലും വിദേശത്തും യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും ഫാർ ഈസ്റ്റിലും ഒക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അവിടെ ഒരു സിസ്റ്റം നമ്മളെയും കൊണ്ട് തെറ്റ് വരാതിരിക്കാനായിട്ടൊരു സംവിധാനമാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ദേ മേക്ക് ഇറ്റ് ഇഡിയറ്റ് പ്രൂഫ്. ഈവൻ ആൻ ഇഡിയറ്റ് ക്യാൻ ഡ്രൈവ് എ വെഹിക്കിൾ സേഫ്ലി എന്ന് പറയും. എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനമല്ല. എങ്ങോട്ട് തിരിഞ്ഞാലും എവരി 100 അടി അല്ലെങ്കിൽ 100 മീറ്ററിൽ ഒരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാവും. അത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറം ആർക്കും തന്നെ ഇതിനെക്കുറിച്ചൊരു സീരിയസ് ആയിട്ട് പറയുകയോ അല്ലെ ഒരു സീരിയസ് ആയിട്ട് പഠനം നടത്തി ഇത് വി ഹാവ് ടു ഫിക്സ് ദ പ്രോബ്ലം. നോട്ട് ഈസ് ഇൻട്രസ്റ്റഡ്. ആ ഒരു പ്രശ്നം കാരണമാണ് ഈ റോഡ് ആക്സിഡന്റുകൾ വർദ്ധിക്കുന്നത്. ഇപ്പോൾ കുറച്ച് മുമ്പേ ആംബുലൻസിൻ്റെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ വർഷം 29 പേര് മരിച്ചിട്ടുണ്ട് ആംബുലൻസ് ഇൻവോൾവ് ആക്സിഡൻസ്. ദാറ്റ് ഈസ് എ ഹ്യൂജ് ഷോക്ക്. An ambulance is supposed to be a specialist vehicle which is taking people from a place of an accident to a emergency care. ആ വാഹനങ്ങൾ പോലും സുരക്ഷിതമായിട്ട് ഓടിക്കാതെ അവർ തന്നെ 29 പേരുടെ മരണത്തിന് കാരണമായി. There is something deeply problematic in the system or deeply rot in the system. So there are many aspects, the human behavioral aspects, the engineering aspects, the construction aspects. All these have contributed to the accidents going up. ഇന്നലത്തെ ആ സംഭവമാണേലും ഇപ്പം ആദ്യം പറഞ്ഞ ആ വെളുത്ത സിമെന്റ് ചാക്കുള്ള വണ്ടി വീണുണ്ട്. പിന്നീടാണ് റിപ്പോർട്ടുകൾ വന്നത് ആ വണ്ടി വേറൊരു വണ്ടി അതിനെ വന്ന് ഇടിച്ചപ്പോഴാണ് ഈ വണ്ടി മറിഞ്ഞത്. സോ യു സീ ഹൗ ദ ഹോൾ തിങ് ഈസ് ഓപ്പണിംഗ് അപ്പ് ആൻഡ് പ്രോബബ്ലി ബെറ്റർ ഇൻവെസ്റ്റിഗേഷൻ ഈ പ്രാവശ്യം സംഭവിക്കും. അതോടുകൂടി മേ ബി സം ഇംപ്രൂവ്മെന്റ് ഇൻ സം ഏരിയാസ് എസ്പെഷ്യലി സം ഓഫ് ദീസ് ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. റൈറ്റ്. ഞാനത് ചോദിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് നമ്മളിങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നാണ്. വെച്ചാൽ ഇപ്പോൾ ടോണി മാത്യു ഒക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു ആലോചനയിലേക്ക് ഇതൊരു കുറച്ചുകൂടെ സമഗ്രമായിട്ട് പഠിച്ച് ഇപ്പോൾ PWDക്ക് ആക്സിഡൻസ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക പെഡസ്ട്രിയൻ ഉണ്ടാക്കാനായിട്ട് എത്ര ലക്ഷ്യമുണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാകത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതോ നമ്മളിപ്പോഴും ഒരു കൺവെൻഷണലായിട്ടുള്ള ഇപ്പോൾ റോഡ് വേണം എന്ന് പറഞ്ഞാൽ ഒരു റോഡ് പണിയുക എന്നുള്ളൊരു കൺവെൻഷണൽ തോട്ട് പ്രോസസ്സിൽ നിൽക്കുകയാണോ ചെയ്യുന്നത്? എന്താ ഒരു അനുഭവം? ഞാൻ എറണാകുളം പട്ടണത്തിലാണ് താമസിക്കുന്നത്. എറണാകുളം പട്ടണത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാരോ റോഡ്സ് ആണ്. ആ റോഡിൽ കൂടി വണ്ടികളും പെഡസ്ട്രിയൻസിനും പോകേണ്ടതായിട്ടുണ്ട്. ഒരു സിമ്പിൾ സൊല്യൂഷൻ ഇതൊരു കംപ്ലീറ്റ് ആയിട്ട് മാപ്പ് ചെയ്തിട്ട് പല ചെറിയ ലെയിനുകളും വൺ വേ ട്രാഫിക് ആക്കുക. സോ ആ ഒരു വൺ വേ കൂടിയുള്ള വണ്ടിക്ക് പോകാനും ഒരു പെഡസ്ട്രിയൻ വാക്ക് വേയും കൂടി തീർച്ചയായിട്ടും നമുക്കത് പണിയാൻ പറ്റും. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ജനം തന്നെ വേണം. അപ്പോൾ ചിലർ പറയില്ല എനിക്ക് ഇടത്തോട്ട് പോകാൻ പറ്റില്ല, ഞാൻ എപ്പോഴും വലത്തോട്ട് പോകണം, എൻ്റെ റോഡ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എനിക്ക് എങ്ങോട്ട് വേണേൽ പോകാനുള്ള സ്വാതന്ത്ര്യം വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കൾച്ചറിലാണ്. അപ്പം നമുക്കൊരു ജനത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു കൾച്ചറൽ ഷിഫ്റ്റ് വേണം. അപ്പോൾ ഈ ഒരു വൺ വേ സംവിധാനം ഈ ചെറിയ റോഡുകളിലൊക്കെ നമ്മൾ ഏർപ്പെടുത്തിയാൽ ഒരു 6 അടി പെഡസ്ട്രിയൻസ് നടന്നു പോകാനായിട്ടും ബാക്കി ആ ഒരു 10 അടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 8 അടി ഉണ്ടെങ്കിൽ ആ സ്ഥലത്തൂടെ വൺ വേ ആയിട്ട് ട്രാഫിക് ആയിട്ട് വളരെ സ്മൂത്തായിട്ട് പോകാനായിട്ടുള്ളൊരു സാധ്യത. പക്ഷേ അത്
ആരെങ്കിലുമൊക്കെ ഇതൊരു സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചൊരു ക്യാമ്പയിനൊക്കെ നടത്തി അങ്ങനെ ഒരു രീതിയിൽ ഇത് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ദർ വിൽ ഡെഫിനറ്റ്ലി ബി സം കൈൻഡ് ഓഫ് എ ചേഞ്ച് അറ്റ്ലീസ്റ്റ് ഇൻ certain ഏരിയാസ് എന്ന് വിശ്വസിക്കുന്നു. മനുഷ്യൻ്റെ സ്വഭാവത്തിന് എപ്പോഴും മാറ്റം വരാം. ഞാൻ കഴിഞ്ഞൊരു 2021 മുതൽ സൂറത്തിലായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് സൂറത്തിൽ ചെന്ന ഉടനെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് സിഗ്നൽ അടച്ചപ്പോൾ റെഡ് സിഗ്നൽ ഉണ്ടെന്ന് ഞാൻ നിർത്തി. അപ്പം ഞാൻ നിർത്തിയ ഉടനെ പുറകിൽ നിന്ന് സ്ലോ ഡൗൺ ചെയ്ത് നിർത്തി. അപ്പം ഞാൻ പുറകിൽ നിന്ന് ഹോൺ അടിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് വിട്ടു പോകണമെന്ന് പുറകിലിരിക്കുന്നുണ്ട്. ഞാൻ നിർത്തി റെഡ് സിഗ്നൽ കണ്ടുണ്ട്. അതിനുശേഷം എൻ്റെ ഒരു പരിചയക്കാരനോട് പറഞ്ഞു, സാറേ ഒരിക്കലും റെഡ് സിഗ്നൽ കണ്ട് നിർത്തരുത്, അവിടെ ഒരു സ്ലോ ഡൗൺ ചെയ്ത് ഇടത്തോട്ടും വലത്തോട്ടും ചുറ്റും ഒന്ന് നോക്കിയിട്ട് വണ്ടി അങ്ങ് ഓടിച്ച് പൊക്കോണം, ഇവിടെ ആരും സിഗ്നലിന് നിർത്തില്ല. 2 മാസം മുമ്പ് ഞാൻ വീണ്ടും സൂറത്തിൽ ചെന്നു. അപ്പം ഞാൻ ആ നിയമം ആ പുള്ളി പറഞ്ഞ അനുസരിച്ച്, അല്ലെങ്കിൽ കാര്യം എൻ്റെ വണ്ടിയുടെ പുറകിലായിരിക്കും കൊണ്ടത് ആരുമായിട്ട് ഇടിക്കുന്നു. 2 മാസം മുമ്പ് ഞാൻ സൂറത്തിൽ ചെന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് വന്ന് എന്നെ പിക്ക് ചെയ്തു. അപ്പോൾ പുള്ളി റെഡ് സിഗ്നൽ കണ്ടുകൊണ്ട് നിർത്തി. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്. കാരണം എന്താണ്? ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആക്കി ട്രാഫിക് നിയമങ്ങൾ. സൂറത്ത് ഈ സ്മാർട്ട് മിഷനിൽ ഇതനുസരിച്ച് കംപ്ലീറ്റ് ക്യാമറാസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പുതിയൊരു ട്രാഫിക് കമ്മീഷണർ വന്ന് അദ്ദേഹം വളരെ കർശനമായിട്ട് നിയമം അങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഫൈനുകൾ അങ്ങ് ജനങ്ങളുടെ മേലെ അങ്ങ് അടിച്ചേൽപ്പിച്ചു. അപ്പോൾ എന്താണ് ചെയ്തത്? ആൾക്കാർ അതനുസരിച്ച്. ബട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. പുള്ളിയും മറ്റു പലരുമൊക്കെ രാവിലെ നടക്കാൻ പോകുന്ന ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ അവരെല്ലാവരും പറയുന്നത്, ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ട്രാഫിക് സിഗ്നൽ ഉണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് യാത്ര ചെയ്യാം. സോ യു സി ഹൗ ദാറ്റ് ഹസ് ആക്ച്വലി ചേഞ്ച് ദ പീപ്പിൾ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും തന്നെ റെഡ് സിഗ്നൽ ആകുമ്പോൾ കറക്റ്റായിട്ട് വരും. അപ്പോൾ അവർ റിയലൈസ് ചെയ്ത് എല്ലാവരും സിഗ്നൽ ചാടാൻ പോയി കഴിഞ്ഞാൽ ജംഗ്ഷനിൽ തിരക്കാവും, വണ്ടി പോവില്ല. അപ്പോൾ യു സി ഹൗ സൂറത്ത് ഹസ് ചേഞ്ച്. സോ നമ്മുടെ കേരളത്തിലും അങ്ങനെ ഒരു ചേഞ്ച് വരുത്താനായിട്ടൊരു ശ്രമം നടത്തിയാൽ ഐ എം ഷുവർ ദാറ്റ് പീപ്പിൾ വിൽ സ്റ്റാർട്ട് റിയലൈസിങ് ദ benefit of it. But who has the political will to do it is the biggest question. റൈറ്റ്. ടോണി മാത്യു, ഇതിൻ്റെ ഒരു ഡിസൈനിങ്ങിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. അതൊരു റോഡ് ഡിസൈനിങ് അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആക്സിഡൻസ് റെഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ എന്നുള്ളത് കുറച്ചും കൂടെ ഒന്ന് വിശദീകരിക്കാമോ? കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം കേരളത്തിലിപ്പോൾ പൊതുമരാമത്ത് വകുപ്പുണ്ട്, അതിൻ്റെയൊക്കെ തലപ്പത്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ ദീർഘകാലമായിട്ട് റോഡുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിത് പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശത്ത് ആളുകളെ അയക്കുന്നുണ്ട്, അവിടുത്തെ സൗകര്യങ്ങൾ കാണുന്നുണ്ട്. ചിലതൊക്കെ നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം എക്സ്പെർട്ടീസ് ഈ ഡിസൈനിങ്ങിലും ആക്സിഡൻസിൻ്റെ ഒരു സാധ്യത മുന്നിൽ കണ്ടുള്ളൊരു ഡിസൈനിങ്ങിലും ഒക്കെ എത്രത്തോളം ഉണ്ട്? പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ട്. നമുക്കങ്ങനെ ആക്സിഡൻസിൻ്റെ സാധ്യതകൾ മുന്നിൽ കണ്ടല്ലെങ്കിൽ ക്രാഷ് റിസ്ക് നെറ്റ്വർക്കിൽ കുറയ്ക്കണം എന്നുള്ള രീതിയിലൊരു ഡിസൈൻ ഇപ്പോഴും നടക്കുന്നില്ല. നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് PWD മിക്ക ഡിസൈനുകളും ഔട്ട്സോഴ്സ്ഡ് ആണ്. അത് ഉൾപ്പെടെ അവർ കഴിഞ്ഞാൽ കാറുകൾ മൂവ് ചെയ്യുക, അതായത് ഫാസ്റ്റായിട്ട് പോകുന്ന വണ്ടികൾക്ക് മൂവ് ചെയ്യാൻ റോഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ റോഡ് എഞ്ചിനീയറിങ് പ്രധാനമായിട്ടും. അല്ലാതെ ഒരു റോഡ് ഉപയോഗിക്കുന്ന എല്ലാ ടൈപ്പ് ആൾക്കാരും റോഡ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ബ്ലാക്ക് ടോപ്പ് 7 മീറ്റർ അല്ല 5 മീറ്റർ 14 അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ റോഡ് എഞ്ചിനീയറിങ്. റോഡ് എഞ്ചിനീയറിങ്ങിൻ്റെ ഉപരിതലം, ഞാനത് എപ്പോഴും ആൾക്കാർ പറയും നമുക്ക് നല്ല റോഡുകളുണ്ടായി. ഈ നല്ല ഉപരിതലം നല്ലതാവുന്നതുകൊണ്ട് നല്ല റോഡാവുന്നില്ല. നമ്മളത് പണ്ട് നമ്മുടെ റോഡുകളൊക്കെ ഗട്ടറായിരുന്നു, മോശമായിരുന്നു. കേരളത്തിൽ അത് വളരെ ഇമ്പ്രൂവ് ചെയ്തു. സർഫസ് കണ്ടീഷൻ റോഡ് വളരെ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ള സത്യം തന്നെയാണ്. വളരെ നമ്മുടെ കോൺട്രാക്ടിങ് ഇൻഡസ്ട്രിയുടെ കപ്പാസിറ്റി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. പക്ഷേ ഈ നമ്മൾ ആ ഉപരിതലത്തിൽ ഇപ്പം നിൽക്കുകയാണ്. ഉപരിതലം എന്ന് പറഞ്ഞാൽ നല്ല റോഡ് അങ്ങനെയല്ല. നല്ല റോഡെന്ന് പറയുന്നത് അതിനകത്ത് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടാവണം. നല്ല പെഡസ്ട്രിയൻസിന് നടക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവണം, സേഫായിട്ട്. സ്ട്രീറ്റ് ലൈറ്റിംഗ് കണ്ടീഷൻസ് ഉണ്ടാവണം, നല്ല വിസിബിലിറ്റി ഉണ്ടാവണം. ഒരു റോഡ് ഇപ്പം എന്താ പറയുക, നമുക്ക് ചില ആക്സിഡൻസ് കണ്ടിട്ടില്ലേ, നമുക്ക് സിംഗിൾ വെഹിക്കിൾ കൺട്രോൾ പോയി വാലിയിലേക്ക് പോവുക എന്നുള്ളത്. അങ്ങനെ പോകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. ക്രാഷ് ബാരിയേഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഹെഡ് ഓൺ കൊലീഷൻസ് ഉണ്ടാവുന്നിടത്ത് ഹെഡ് ഓൺ കൊലീഷൻസ് ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള അങ്ങനത്തെ ഏരിയകളിലുള്ള എഞ്ചിനീയറിംഗ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവണം. അങ്ങനത്തെ നെറ്റ്വർക്കിൽ എവിടെയാണ് ഹെഡ് ഓൺ കൊലീഷൻസ് കഴിഞ്ഞ 5 വർഷമായിട്ട് കൂടുതൽ ഉണ്ടാകുന്നത് അത് കണ്ടുപിടിച്ചിട്ട് ആ നെറ്റ്വർക്കിനകത്ത് ഹെഡ് ഓൺ കൊലീഷൻസ് കുറയ്ക്കാനുള്ള ശ്രമം. പിന്നെ ജംഗ്ഷൻസ്, നമുക്ക് ലക്ഷം ജംഗ്ഷൻസ് ഉണ്ടാവും കേരളത്തിൽ. ഒരു ഒറ്റ ജംഗ്ഷൻ പോലും മര്യാദക്ക് എഞ്ചിനീയറിംഗ് ചെയ്തിട്ടില്ല. അത് നമുക്ക് നമ്മുടെ ജംഗ്ഷൻസ് വളരെ വളരെ അൺസേഫാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം എടുത്തു കഴിഞ്ഞാൽ പുതിയ നാഷണൽ ഹൈവേ പണിയുന്നു. ആ നാഷണൽ ഇപ്പം കേരള PWDനെ അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ എല്ലാ എൻട്രി എക്സിറ്റ് അൺസേഫാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പരിചയമുണ്ടോയെന്നറിയില്ല, കൊച്ചി ബൈപ്പാസ്, ട്രിവാൻഡ്രം ബൈപ്പാസ് എല്ലാം എൻട്രി എക്സിറ്റ് അൺസേഫാണ്. ട്രിവാൻഡ്രത്തെ ചില ജംഗ്ഷനുകളൊക്കെ വളരെ എന്താ പറയുക കില്ലർ ജംഗ്ഷനുകളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാഷണൽ ഹൈവേയിൽ. അത് തന്നെയാണ് ഇപ്പം പുതിയതായിട്ട് പണിയുന്ന NH-66 മുഴുവൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പം അങ്ങനത്തെ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം അടൂർ കഴക്കൂട്ടം എന്ന് പറയുന്ന റോഡ് ഇമ്പ്രൂവ് ചെയ്തു. എങ്ങനെയാണ് ഈ ക്രാഷ് റിസ്ക് കൂടുന്നതെന്നുള്ളൊരു ഉദാഹരണം. 7 മീറ്റർ ഇതിപ്പോൾ നോർത്തിലൊക്കെ ഇതുണ്ടാവും. 7 മീറ്റർ വൈഡ് ബ്ലാക്ക് ടോപ്പ് ആയിരുന്നു. അത് അത്ര വീതിയുള്ള റോഡായിരുന്നില്ല. അവിടെ ഓപ്പറേറ്റിംഗ് സ്പീഡ് ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് 50-55 km/h ആയിരുന്നു. ആൾക്കാർ ക്രോസ് ചെയ്യേണ്ട ദൂരം 7 മീറ്റർ. 7 മീറ്റർ ക്രോസ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം 8-9 സെക്കൻഡോളം വേണം ഒരു സാധാരണ ആൾ, മിഡിൽ ഏജ് ആൾ ക്രോസ് ചെയ്യാൻ. അത് വൈഡൻ ചെയ്ത് 14 മീറ്റർ 12-14 മീറ്റർ ആക്കി. 12-14 മീറ്റർ ബ്ലാക്ക് ടോപ്പ് കൊടുത്ത് ഫുട്പാത്ത് ഇല്ല. ഒരൊറ്റ പോയി മറ്റേ അറ്റം വരെ 80 കിലോമീറ്ററിലും പെഡസ്ട്രിയൻസ് ഉണ്ട്. അപ്പോൾ എന്തു പറ്റി? 14 മീറ്റർ ബ്ലാക്ക് ടോപ്പ് ആയി കഴിഞ്ഞപ്പം ഓപ്പറേറ്റിംഗ് സ്പീഡ് 50-55 എന്നുള്ളതെന്ന് 70-75 സ്പീഡ് കൂടി. ക്രോസ് ചെയ്യാനുള്ള ദൂരം കൂടി. ഇപ്പം 7 എന്നുള്ളത് 14 ക്രോസ് ചെയ്യേണ്ട സമയം കൂടി. അപ്പോൾ ആൾക്കാർക്ക് വളരെ സേഫായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇഷ്ടം പോലെ അപകടങ്ങൾ. അപ്പം പെഡസ്ട്രിയൻ ആ ഡിസൈനിൽ കൂടി പെഡസ്ട്രിയൻ്റെ ക്രാഷ് റിസ്ക് നമ്മൾ കൂട്ടുകയാണ് ചെയ്തത്. അത് കേരളത്തിൽ ഉടനീളം കാണാൻ പറ്റും. അതുപോലെ നോർത്തിലും ഈ കേരള PWD വൈഡൻ ചെയ്ത് നല്ല റോഡെന്ന് നമ്മൾ അവകാശപ്പെടുന്ന എല്ലായിടത്തും ഇത് കാണാം. സ്ട്രീറ്റ് ലൈറ്റ്സ് എടുത്ത് നോക്കുക. ഞാൻ വളരെ എന്നെ തന്നെ കൺസിഡർ ചെയ്യുന്ന നല്ലോണം ഡ്രൈവ് ചെയ്യുന്ന ഒരാളെന്നാണ്. പക്ഷേ എത്രയോ ഇടികളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ വളരെ അടുത്തെത്തുമ്പോഴാണ് പെഡസ്ട്രിയൻ രാത്രി ക്രോസ് ചെയ്യുന്നത് കാണുന്നത്. ശരിയാണ്. അവിടെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ല. അതിനാണ് നമ്മൾ കുറ്റം പറയും. ഞാൻ ഇടിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും, ഓക്കെ ഇടിച്ച ആൾ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ പെഡസ്ട്രിയൻ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അവിടെ നമുക്ക് ഈ ഡെവലപ്ഡ് കൺട്രീസിലെ ഏറ്റവും വലിയൊരു സേഫ്റ്റി ഫീച്ചറാണ് ടു ബി ഏബിൾ ടു സീ ആൻഡ് ടു ബി സീൻ എന്നുള്ളത്. നമ്മളെ മറ്റുള്ളവർ കാണാനും നമുക്ക് മറ്റുള്ളവരെ കാണാനും റോഡ് എൻവയറമെൻറ്റിൽ സാധിക്കണം. അത് നമുക്കില്ല. അപ്പം ഇപ്പം പുതിയതായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ അടൂർ കഴക്കൂട്ടത്തേക്ക് തന്നെ പറയാം. അതാണ് നമ്മുടെ മോഡൽ സേഫ് കോറിഡോറായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 70% സ്ട്രീറ്റ് ലൈറ്റുകൾ വർക്ക് ചെയ്യുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, പക്ഷേ സ്ട്രീറ്റ് ലൈറ്റുകൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനെ ഇമ്പ്രൂവ് ചെയ്യും? അതൊരു സിസ്റ്റമാറ്റിക് അങ്ങനത്തെ സിസ്റ്റംസ് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് വേണ്ട. അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിന് ജനങ്ങളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വണ്ടി ഓടിക്കുന്നവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ? അതും അതാണ് പറയുന്നത്, നമുക്ക് എഞ്ചിനീയറിംഗിൽ ദർ ആർ ഹോൾ ലോട്ട് ഓഫ് തിങ്സ് ടു ഇംപ്രൂവ്. അത് ഫോക്കസ് ചെയ്യാതെ ഈ എഞ്ചിനീയറിംഗ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ബിഹേവിയറും നമ്മുടെ വേറെ രീതിയിലായി പോകുന്നത്. ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഡൽഹിയിൽ എല്ലാവർക്കും വഴിയിൽ തുപ്പുന്ന സ്വഭാവമുണ്ട്. നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ പക്ഷേ ഡൽഹി മെട്രോയ്ക്കകത്ത് സ്റ്റേഷനകത്ത് കയറി കഴിഞ്ഞാൽ ആരും അത് ചെയ്യില്ല. കാര്യം ഡൽഹി മെട്രോ ടിപ്പ് ടോപ്പ് ആക്കി ഇട്ടിരിക്കുന്നത് തുപ്പുന്ന ആൾക്കാർക്ക് 500 രൂപ ഫൈനും ഉണ്ട്. അതുകൊണ്ട് ഡൽഹി മെട്രോയിൽ കയറിയാൽ ആ ആൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി തെരുവിലേക്ക് ഇറങ്ങി തുപ്പും. പക്ഷേ ഡൽഹി മെട്രോയ്ക്കകത്ത് സ്റ്റേഷനിനകത്ത് അവൻ ചെയ്യില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബിൽഡിങ്സിനകത്ത് ഇതേപോലെ സ്പിറ്റ് ചെയ്യുന്നവരുണ്ട്. എന്ന് പറഞ്ഞ പോലെ എൻവയറമെൻറ്റ് നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ കുട്ടികളെ ചിലർ പറയുന്നുണ്ട് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കണം, ഫുട്പാത്തിൽ നടക്കണം. അവരൊക്കെ ഫുട്പാത്തിൽ നടക്കണമെന്ന് അധ്യാപകൻ പറയുന്നത് കേട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫുട്പാത്തിൽ അവരെവിടെ നടക്കും? ആ പഠിപ്പിക്കുന്ന ആളുടെ സാങ്ക്ടിറ്റിയും പോയി, പഠിച്ചതിൻ്റെ സാങ്ക്ടിറ്റിയും പോയി. അത് പുച്ഛത്തോടെ നിരസിക്കുകയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് എഞ്ചിനീയറിംഗ് ഇമ്പ്രൂവ്മെൻറ്റ്സ് വളരെ എല്ലാവർക്കും സേഫായിട്ടുള്ള എഞ്ചിനീയറിംഗ് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. അതിപ്പോൾ ആരും ബ്ലെയിം ചെയ്യാനില്ല. അത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് ഏജൻസീസ് അതിനകത്തൊരു കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. എങ്കിലേ ഇങ്ങനത്തെ കൊണ്ടുവരാൻ പറ്റൂ. എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്വാൻറ്റേജ് കമ്പയർഡ് ടു ഓൾ അതർ സ്റ്റേറ്റ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി ഉണ്ട്. ഈ അതോറിറ്റിക്ക് വളരെ ടീത്തിങ് പവേഴ്സ് ഉള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതോറിറ്റിയുടെ ജോലിയാണ് ഇവിടെ നമ്മളൊരു സിസ്റ്റം ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളത്. അതിനെ ഒരു അതോറിറ്റി ആക്കിയിരിക്കുന്നത് തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ച് റോഡ് അപകടങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തി നെറ്റ്വർക്കിൽ സിസ്റ്റംസ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അതോറിറ്റി ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സെല്ലായിട്ട് ചുരുങ്ങിപ്പോയി. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു സെല്ലായിട്ട് അതോറിറ്റി ചുരുങ്ങിപ്പോയി. അതൊക്കെയാണ് നിങ്ങൾ വീഡിയോ ഒന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതോറിറ്റിക്ക് അതിനുള്ള ടീത്ത് ഉണ്ട്. അതോറിറ്റിയുടെ ആ സ്റ്റാറ്റ്യൂട്ട്സ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ദേ ക്യാൻ ബി വെരി എഫക്റ്റീവ് പ്രൊവൈഡഡ് ദേ നോ വാട്ട് ദേ ഡൂയിങ്. അപ്പോൾ
അതോറിറ്റിക്ക് ഫണ്ടിങ് ബാക്കപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഫണ്ടിങ് അവർക്ക് കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഉണ്ട്, എല്ലാവർക്കും പേപ്പറിലുണ്ട്. പക്ഷെ അത് ചെയ്യുന്നില്ല. അതൊരു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒരു ചെറിയ യൂണിറ്റ് ആയിട്ട് നിൽക്കും. സോ അതൊരു ഇങ്ങനത്തെ ഇമ്പ്രൂവ്മെന്റ്സ് ആണ് ഞാൻ കാണുന്നത്. ഞാനൊരു ഒറ്റ കാര്യോട് ചോദിച്ചത്, ഈ രണ്ട് ഇപ്പോൾ ആലപ്പുഴയിലെ വലിയ അപകടവും ഇപ്പോൾ ഈ ഇന്നലെ കരിമ്പയിലുണ്ടായ വലിയ അപകടം, ഈ രണ്ട് അപകടത്തിലും ഈ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ റോഡിൻ്റെ സർഫസിൽ വെള്ളം വീണിട്ട് ഈ എന്താ പറയുക സ്ലിപ്പറി ആയിട്ട് മാറിയിരുന്നു. അല്ലെങ്കിൽ അവിടെ ഒരു പാലയുണ്ട്. ആ പാലി ആ വേഗം കൂടിക്കഴിഞ്ഞാൽ സ്ലിപ്പ് ചെയ്യാനും സ്കിഡ് ചെയ്യാനും ഒക്കെയുള്ള ചാൻസസ് കൂടുതലാണ് എന്നീ രണ്ട് അപകടങ്ങളുടെ കാര്യത്തിലും ഉദ്യോഗസ്ഥർ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് പണ്ട് ജൂൺ മുതൽ ഏതാണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ അല്ലെങ്കിൽ ഒക്ടോബർ വരെ ആയിരുന്നു മഴയെങ്കിൽ ഇപ്പോൾ സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് കുറേ കൂടെ മഴ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് കാലത്തും മഴ എക്സ്പെക്റ്റ് ചെയ്യുകയും ഇതുപോലത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടെ ഒക്കെ ഈ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് വരണ്ടേ? ഇതൊക്കെ തടയാൻ പാകത്തിനുള്ള നിർമ്മാണങ്ങളൊക്കെ സാധ്യമാവില്ലേ? അല്ല, അത് നമുക്കൊരു ഇഷ്യൂ ഉണ്ട്. ഇപ്പം നമുക്ക് റെയിൻഫോൾ ഇൻറ്റൻസിറ്റി ഹൈ ആണ്. നമുക്ക് റോഡിൽ ചിലപ്പം പതിവിലും കൂടുതലായിട്ട് വെള്ളം കെട്ടി നിൽക്കാം എന്നൊക്കെ ഉണ്ട് ഇപ്പോൾ സിറ്റുവേഷൻ. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഡ്രെയിനേജ് അബ്സല്യൂട്ട്ലി പൂറാണ്. റോഡ് ഡ്രെയിനേജ് അത് വേറൊരു വലിയ ഘടകമാണ്. റോഡൊക്കെ അത് നമ്മൾ മാനേജ് ചെയ്യുന്ന ഈ 30,000-40,000 കിലോമീറ്ററിലെ ഡ്രെയിനേജ് എന്ന് പറയുന്നത് വളരെ വളരെ പൂറാണ്, പൂർ കണ്ടീഷനാണ്. അപ്പോൾ അതും ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണ്. മഴവെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് എത്രയും പെട്ടെന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്ത് സ്റ്റോം വാട്ടർ ഡ്രെയിനിലേക്ക് പോകുമെന്നുള്ളത്. പക്ഷേ പണ്ടത്തെ പോലെ ഇപ്പോൾ അത്ര എളുപ്പമല്ല. ബിക്കോസ് ഇൻറ്റൻസിറ്റി കൂടുതലാണ്. മഴവെള്ളം തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട് റോഡുകളിൽ. ഇപ്പോൾ പുറം രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലൊക്കെ അവരുടെ ക്ലൈമറ്റ് റെസിലിയൻസും ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരൊറ്റ കാര്യത്തിലാണ് അവർ മെയിനായിട്ട് ഡ്രെയിനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഡ്രെയിനിനെ എഫക്റ്റീവായിട്ട് റോഡിൽ വരുന്ന വെള്ളത്തിനെ പെട്ടെന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഫോക്കസ്. അപ്പോൾ ഇവിടെ പക്ഷെ നമ്മൾ വളരെ കുറവാണ്. നമ്മൾ 70കളിൽ എങ്ങനെയാണോ ഡ്രെയിനേജ് ചെയ്തിരുന്നത് അതേപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ ഡ്രെയിനേജ് ചെയ്യുന്നത്. അതൊരു മെയിൻ അത് സേഫ്റ്റീനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ PWDയിലെ ചില എഞ്ചിനീയേഴ്സിനോട് ചോദിച്ചാൽ അവർ പറയും ഫുട്പാത്ത് ഒന്നും പണിതിട്ട് കാര്യമില്ല, ആൾക്കാർ വഴിയിൽ ഇറങ്ങിയാൽ നടക്കുകയുള്ളൂ. ആൾക്കാർക്ക് നടക്കുന്ന രീതിയിലൊരു പ്രതലം ഉണ്ടെങ്കിൽ ആൾക്കാർ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വഴിയിൽ ഇറങ്ങി നടക്കും, നമ്മളാണെങ്കിലും നടക്കും. ഇപ്പോൾ ഡ്രെയിനേജ് സ്ലാബ് ചെയ്തിട്ട് അതിനെ ഫുട്പാത്തായിട്ട് കൺസിഡർ ചെയ്ത് നടക്കാൻ പറഞ്ഞാൽ ഒരു നല്ല ആരോഗ്യമുള്ള ആൾക്കാർക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നടക്കാൻ. നമ്മുടെ ഗതികേട് കൊണ്ട് നമ്മൾ നടന്നു വരും. അല്ലെങ്കിൽ അത് നടക്കാൻ പ്രയാസമാണ്. ബിക്കോസ് പൊങ്ങി താന്ന് പൊട്ടിയിരിക്കുന്ന സ്ലാബിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റില്ല. അതൊരു ഫൈൻ എഞ്ചിനീയറിംഗ് ആണത്. അപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം ഏത് ഡെവലപ്ഡ് കൺട്രീസിലെ സിറ്റീസിൽ പോയാലും നമുക്ക് ഡ്രെയിനേജ് കാണാൻ പറ്റില്ല ഫുട്പാത്തിൽ. അങ്ങനെയല്ല അവിടെ ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, പൈപ്പ് ഡ്രെയിനാണ്. അപ്പോൾ അത് ഇവിടെ എന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മൾ കോൺക്രീറ്റേ ചെയ്യുള്ളൂ. കോൺക്രീറ്റ് സ്ലാബ് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെയുള്ള ഈ സിസ്റ്റം 70s 80s എന്താ ചെയ്തിരുന്നത് അത് തന്നെയാണ് നമ്മളിപ്പോൾ യാതൊരുവിധ ചേഞ്ചും ഇല്ല ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മളിപ്പോഴും അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് ഇപ്പോൾ ഒരു റോഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, ലാൻഡ് യൂസ് കൺട്രോൾ. ഈ റോഡ് എഞ്ചിനീയറിംഗിൻ്റെ ഓപ്പറേഷൻസ് വരുന്നത് നമ്മുടെ റോഡിൽ 1 കിലോമീറ്റർ 100 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു 5 സ്ഥലത്ത് ലെഫ്റ്റും റൈറ്റിൽ നിന്ന് എൻട്രി ഉണ്ട്. അതായത് ഗേറ്റിൽ നിന്ന് എൻട്രി വരുന്നു. നമ്മുടെ റോഡ് പണിതിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ബ്ലാക്ക് ടോപ്പ് മതിൽ വരെ ചെയ്തിരിക്കുന്നത്, ഭിത്തി വരെ ആ ബൗണ്ടറി വാൾ വരെ ചെയ്തിരിക്കുകയാണ്. നമുക്കൊരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ഇല്ല. ഒരു കാറുമായിട്ട് ഒരാൾ പുറത്തേക്ക് ഇറങ്ങുമ്പം വഴി കാണാനായിട്ട് സേഫ് ആയിട്ട് ഓക്കെ ക്യാൻ ഐ ഗെറ്റ് ഇൻ ടു ദ കാരേജ് വേ, അത് പലയിടത്തും മിസ്സിംഗ് ആണ്. അപ്പോൾ അത് നമുക്ക് വേണ്ടേ? അത് എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാകണ്ടേ? അതിന് ലാൻഡ് വേണം. യെസ്, ചിലയിടത്ത് ലാൻഡ് അവൈലബിൾ എന്നിട്ടും ചെയ്യുന്നില്ല. ഇപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ പോയി കഴിഞ്ഞാൽ മൂവാറ്റുപുഴ തൊടുപുഴ ഒരു റോഡാണ്, ഇഷ്ടംപോലെ ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലം. പ്ലേ ഗ്രൗണ്ട് പോലെ ആ റോഡ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അവിടെയൊക്കെ സുഖമായിട്ട് നല്ല കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ അപ്പോൾ ഈ ലാൻഡ് യൂസ് കൺട്രോൾ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഒരു ഹൈവേയുടെ സൈഡിൽ നമുക്കൊരു സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് എനിക്ക് എൻ്റെ വീട് പണിയാം, എനിക്ക് എൻ്റെ ഒരു പള്ളി പണിയാം, അല്ലെങ്കിൽ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാം. ഇത് മൂന്നും ഡിഫറെൻറ്റ് ട്രാഫിക്കിനെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ അത് ആ ജനറേറ്റ് ചെയ്യുന്ന ട്രാഫിക് അപകടം കൂട്ടിക്കൊണ്ടിരിക്കും, അല്ല അപകടത്തിൻ്റെ റിസ്ക് കൂട്ടിക്കൊണ്ടേയിരിക്കും. അതിന് നമുക്കൊരു കൺട്രോൾ വേണം. അതിന് ലാൻഡ് യൂസ് ഇതും സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പം ടൗൺ പ്ലാനിങ് അങ്ങനെയുള്ള ആൾക്കാർ, ലോക്കൽ ബോഡീസ് ആലോചിക്കണം എങ്ങനെ ലാൻഡ് യൂസിനെ കൺട്രോൾ ചെയ്യാം. ചെറിയൊരു സ്പേസ് റോഡ് സൈഡിലുണ്ടെങ്കിൽ അവിടെ മൊത്തം അനധികൃതമായ കയ്യേറ്റങ്ങളാണ്, കച്ചവടങ്ങൾ, ഇതിനകത്തൊരു സോഷ്യൽ ഡയമെൻഷൻ ഉണ്ടാവും.
പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ഓൾസോ കോൺട്രിബ്യൂട്ടിങ് ടു യുവർ ക്രാഷ് റിസ്ക്. നിങ്ങൾ വഴിയിൽ റോഡ് സൈഡിൽ കച്ചവടങ്ങൾ അനുവദിക്കുമ്പോൾ, അനധികൃതമായിട്ടുള്ള കച്ചവടങ്ങൾ, ഇത് ആൾക്കാർ അവിടെ തന്നെ ചവിട്ടി നിർത്തി സാധനം വാങ്ങിക്കും, കൈ സ്ലിപ്പ് ചെയ്യുന്നവൻ അവിടെ കയറി ഇടിക്കും. ഇതെല്ലാം കോൺട്രിബ്യൂട്ടിങ് ടു ദ ക്രാഷ് റിസ്ക് ഓൺ ദറ്റ് റോഡ്. ഞാൻ ഇത് മൊത്തം ഡ്രൈവ് ചെയ്യുമ്പം കൺസീവ് ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്താണ് ഞാൻ ഒരിടത്തുകൊണ്ട് ഇരിക്കുന്നത്. ഈ പറയുന്ന ഒരു ഇൻഡിസിപ്ലിൻ ഓൺ ദ റോഡ്. അപ്പോൾ ഡിസിപ്ലിൻ, ആ ഓപ്പറേഷൻസിൽ കൂടെ ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്, PWD ഉത്തരവാദിത്തമാണ്. PWDയുടെ റോഡാണെങ്കിൽ അവരാണ് അതിൻ്റെ റൈറ്റ് ഓഫ് വേ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അവരുടെ ഉത്തരവാദിത്തമാണ്, എൻക്രോച്ച്മെൻ്റ് ഇല്ലാതെ. പക്ഷെ അപ്പോൾ രാഷ്ട്രീയ കടന്നുകയറ്റങ്ങളുണ്ട്. അപ്പോൾ രാഷ്ട്രീയക്കാരും കൂടി ചിന്തിക്കണം. നമ്മളിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യം, ഒരു അപകടം ഉണ്ടായാൽ കോമ്പൻസേഷൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് ഇറ്റ് ഇസ് നൈസ്, കോമ്പൻസേഷൻ ഈസ് നൈസ് ടു ഇയർ. പക്ഷേ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ നഷ്ടപ്പെടാനുള്ളത് എന്താണ് അവിടെ എഫക്റ്റീവായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടെന്നുള്ള യാതൊരുവിധ സ്റ്റെപ്പും നമ്മളിപ്പോൾ എടുക്കുന്നില്ല. നമ്മളിപ്പോൾ എടുക്കുന്ന സ്റ്റെപ്പുകളൊക്കെ യൂസറിനെ ഫോക്കസാണ്. ആൾക്കാരുടെ സ്വഭാവം നന്നാക്കാം ത്രൂ പീനലൈസിങ്. നമ്മുടെ റോഡ് സേഫ്റ്റി ഇനിഷ്യേറ്റീവ്സ് കഴിഞ്ഞ 5 വർഷം എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഫൈൻസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. AI ക്യാമറാസ്, മോർ എൻഫോഴ്സ്മെൻറ്റ്, മോർ RTO സ്ക്വാഡ്സ്, എക്സെട്ര. അതിൽ നിന്ന് മാറി നമ്മൾ വേറെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എവിടെയാണ് ചെയ്യുന്നത്? റോഡ് സുരക്ഷ എഞ്ചിനീയറിംഗിൽ എവിടെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്? എമർജൻസി റെസ്പോൺസിൽ എവിടെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്? സ്പീഡ് ഒരു വലിയ ക്രിട്ടിക്കൽ ഫാക്ടറാണ് റോഡിൽ. നമ്മുടെ പല റോഡുകളിലുള്ള സ്പീഡ് ലിമിറ്റുകൾ ഒരു സേഫ് സ്പീഡ് ലിമിറ്റ് അല്ല. ഇപ്പം 70 സ്റ്റേറ്റ് ഹൈവേയിൽ 70 km/h സ്പീഡ് ലിമിറ്റ് അനുവദിച്ചിരിക്കുന്നത്. 70 km/h ആ സ്പീഡ് ലിമിറ്റിൽ അവിടെ വഴിയാത്രക്കാരൻ വഴി കൂടെ നടക്കുകയാണ്, സൈക്ലിസ്റ്റ് ചവിട്ടുകയാണ്, ഉറപ്പായിട്ടും ഇടിച്ചു മരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഇടിക്കും, നാളെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഇടിക്കും. അത് ആ സ്പോട്ടിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ ആ യൂസറുടെ കുഴപ്പമല്ല. യു ആർ ഡിസൈൻഡ് യുവർ റോഡ് ടു ക്രാഷസ്. നിങ്ങൾ ആ സ്പീഡ് അനുവദിച്ചിരിക്കുന്നത് ക്രാഷ് വന്ന ആൾക്കാർ മരിക്കുക എന്നുള്ള രീതിയിലാണ് സ്പീഡ് അനുവദിച്ചിരിക്കുന്നത്. ഓക്കെ, 70 km അനുവദിക്കുക, പക്ഷേ 70 km അനുവദിക്കണം, അതനുസരിച്ചുള്ള റോഡ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ പെഡസ്ട്രിയൻസിന് മാറ്റുക, നിങ്ങൾ വഴിയോര കച്ചവടക്കാർ അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള ഇത് അവസാനിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്യുക, റോഡിനെ ക്ലിയർ ആക്കുക, സ്ട്രീറ്റ് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക, എന്നിട്ട് കുറച്ച് സ്പീഡ് കൊടുക്കുക. പെഡസ്ട്രിയൻസിൻ്റെ പ്രസൻസ് ഉള്ള ഒരു റോഡും ഡെവലപ്ഡ് കൺട്രീസിൽ 30 km/h മുകളിൽ അനുവദിക്കാറില്ല. അത് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ചിലപ്പോൾ 30 km ഇവിടെ മൊത്തം സ്ലോ ഡൗൺ ആണെന്ന് വിചാരിക്കാം. പക്ഷേ നമ്മൾ പോകുന്നത് 70-ലാണ്. നിങ്ങൾ ഒരാളോട് 70 സ്പീഡ്, ഞാൻ 70 km/h പോയി ഞാൻ എൻ്റെ പെഡസ്ട്രിയനെ ഇടിച്ചാൽ എന്നെ ഓവർ സ്പീഡ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ പറ്റില്ല. എല്ലാവരും പറയും ഓവർ സ്പീഡ് എന്ന് പറയും. എന്താണ് ഈ ഓവർ സ്പീഡ്? എന്ത് മാനദണ്ഡത്തിലാണ് നമ്മൾ ഓവർ സ്പീഡ് എന്ന് പറയുന്നത്? പോലീസിനോട് ചോദിച്ചാൽ പറയും 80% റെക്കോർഡിലും അവർ ഓവർ സ്പീഡാണ് റെക്കോർഡ് ചെയ്യുന്നത്. എന്താണ് ഓവർ സ്പീഡ്? എന്താ 50-ൻ്റെ മേളിൽ പോയെന്നാണോ, 40-ൻ്റെ മേളിൽ പോയെന്നാണോ, 70-ൻ്റെ എന്താണ് ഈ പറയുന്നത്? അതിനെപ്പറ്റി ഒരു കൃത്യമായ ധാരണയില്ല. മീഡിയം അങ്ങനെ റിപ്പോർട്ട് ചെയ്യും അത് ഓവർ സ്പീഡാണ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? നമ്മൾ 70 km/h സ്റ്റേറ്റ് ഹൈവേയിൽ 4000 ചില്ലാന കിലോമീറ്റർ സ്റ്റേറ്റ് ഹൈവേസ് ഉണ്ട്, നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ ഓവർ സ്പീഡാണെന്ന് പറയുന്നത്? അപ്പോൾ നമ്മുടെ സ്പീഡ് തന്നെ കംപ്ലീറ്റ്ലി, സ്പീഡ് ഒരു വലിയ ഫാക്ടറാണ്. ലോകം എമ്പാടും അംഗീകരിച്ച കാര്യമാണ്. സ്പീഡ് ഈസ് എ മേജർ ഇഷ്യൂ ഇൻ ഡെത്ത് ആൻഡ് ഇഞ്ചുറീസ്. ആക്സിഡൻറ്റ് ഉണ്ടാകാൻ മാത്രമല്ല, ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ പെഡസ്ട്രിയനെ 40-45-50 km മുകളിൽ തട്ടിക്കഴിഞ്ഞാൽ പെഡസ്ട്രിയൻ മരിക്കാനുള്ള ചാൻസ് 95% ആണ്. ഹെഡ് ഓൺ കൊലീഷനിൽ, ഇതും ഗവേഷണ ഫൈൻഡിങ് ആണ്, ഹെഡ് ഓൺ കൊലീഷൻ 70 km/h തട്ടുന്നെങ്കിൽ മരിക്കാനുള്ള ചാൻസ് 100%. അത് തന്നെ ഒരു ഐ തിങ്ക് 90s റിസർച്ചിൻ്റെ ഔട്ട്പുട്ടാണ്. അത് നല്ല സേഫ് ആയിട്ടുള്ള കാറുകളുടെ ഹെഡ് ഓൺ കൊലീഷൻ അവർ പറയുന്നത് ഡെവലപ്ഡ് കൺട്രി. നമ്മുടെ വാഗണാറും മാരുതിയായിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ 50 km/h ചിലപ്പോൾ ആട് തീരും, റൈറ്റ്? അപ്പം അൺഡിവൈഡഡ് കാരിയേജ് വേയിൽ ഹെഡ് ഓൺ കൊലീഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഹെഡ് ഓൺ കൊലീഷൻസ് ഉണ്ടാകുന്ന സ്പോട്ടുകളെ PWDക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളൊരു സ്റ്റഡി കഴിഞ്ഞ 5 വർഷത്തെ ഇവിടുത്തെ ക്രാഷ് ഡേറ്റ പോലീസിൽ നിന്ന് എടുത്താൽ കേരളത്തിലെ ഏത് നെറ്റ്വർക്കിൻ്റെ എവിടെയാണ് ഹെഡ് ഓൺ കൊലീഷൻസ് കൂടുതൽ ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കാം. അതനുസരിച്ച് അവിടെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റും. ഈ നെറ്റ്വർക്കിൽ ഈ 1,00,000 കിലോമീറ്റർ അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എവിടെയാണ് സ്പെസിഫിക് പ്രോബ്ലം, ഏതൊക്കെ കോറിഡോറുകളിലാണെന്ന് കണ്ടുപിടിക്കുക. അല്ലാതെ ഇപ്പോൾ ബ്ലാക്ക് സ്പോട്ട് ഇവിടെ കുറേ ആക്സിഡൻറ്റ് ആണെന്ന് ഇവിടെ സൈൻ വെക്കാം, അല്ലെങ്കിൽ ആൾക്കാരെ ഇപ്പോൾ ക്യാമ്പയിൻ ചെയ്യാമെന്ന് പറയുന്നതുകൊണ്ട് നെറ്റ്വർക്ക് എൻ്റെ സേഫ്റ്റി ഇമ്പ്രൂവ് ആവില്ല, റൈറ്റ്? അതിനെ ഓക്കെ, റൈറ്റ്. ജോസി ജോൺ ഇത് സംസാരിക്കുമ്പോൾ വളരെ വാസ്റ്റായിട്ടുള്ള ഏരിയ. ഇപ്പോൾ ടോണി മാത്യു പറയുന്നതനുസരിച്ച് നമ്മൾ
നമ്മളൊരു വളരെ സമഗ്രമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മളുടെ ആക്സിഡൻറ്റ് റേറ്റ് കുറച്ചുകൊണ്ടുവരാൻ പറ്റൂ. അത്ര ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ്ങും ഇംപ്ലിമെൻറ്റേഷനും നമുക്ക് ആവശ്യമായിട്ട് വരും. പക്ഷെ നമ്മളെപ്പോലൊരു കേരളത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച്, സ്വഭാവം എന്ന് ഞാൻ പറയുമ്പോൾ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ സ്വഭാവം, നമ്മളെ ഗവേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ സ്വഭാവം, സിസ്റ്റം എന്ന് പറയുമ്പോൾ ബ്യൂറോക്രാറ്റിക് സിസ്റ്റം, പൊളിറ്റിക്കൽ സിസ്റ്റം, എല്ലാം ചേരുന്ന ഗവേണിംഗ് സിസ്റ്റം, ഇതിൻ്റെയൊക്കെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര എളുപ്പമല്ല. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും തുടങ്ങിയല്ലേ പറ്റുള്ളൂ. നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഇതിലൊരു മാറ്റത്തിനുള്ള ശ്രമം തുടങ്ങണമല്ലോ. അപ്പോൾ എവിടെ തുടങ്ങണം? ആദ്യം നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ ഡിസൈനിങ്ങിലാണോ, ഇതിൻ്റെ കൺസ്ട്രക്ഷനിലാണോ, അതോ ഇത് കൈകാര്യം ചെയ്യുന്ന രീതികളിലാണോ? എവിടെയാണ് നമ്മളിത് ഒരു ഓപ്പണിംഗ് പോയിന്റ് ഏതാണ് ഇതിൽ? അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. ഒരു ആക്സിഡൻറ്റ് കാരണം എന്താണ് ഫാക്ടേഴ്സ്? ഒന്ന്, ഓടിക്കുന്ന ആൾ, സോ ദർ ഇസ് എ ഹ്യൂമൻ ഫാക്ടർ ടു ഇറ്റ്. രണ്ടാമത്തേത് വെഹിക്കിളിൻ്റെ ഫാക്ടർ. മൂന്നാമത്തേത് റോഡ്. അപ്പോൾ ഈ 3 ഏരിയയിലും ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഒരു 3-4 ഫാക്ടേഴ്സ് വെച്ച് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും വി ക്യാൻ മേക്ക് സം ബിഗിനിങ്. നേരത്തെ ചോദിച്ചൊരു ചോദ്യം, ഈ കലർകോട് നടന്ന ആക്സിഡൻറ്റും ഇപ്പോൾ കരിമേ നടന്ന ആക്സിഡൻറ്റും മഴ പെയ്ത് റോഡിൽ ഇഷ്യൂ. അപ്പോൾ ഈ മഴ പെയ്ത് വെള്ളത്തിൻ്റെ പാളി, അതായത് യൂസ് ടേം അക്വാ പ്ലെയിനിങ്ങോ ഹൈഡ്രോ പ്ലെയിനിങ് എന്നാണ് അതിന് പറയുന്നത്. അതെ. അപ്പോൾ ഡ്രൈവർ, വണ്ടി ഓടിക്കുന്ന ആളിൻ്റെ ബിഹേവിയറിൽ ഒരു ഇമ്പോർട്ടൻസ് ആണ്. കാര്യം കുഴപ്പമൊന്നുമില്ല, ഞാൻ സ്പീഡ് കുറയ്ക്കത്തില്ല, സ്പീഡ് കൂട്ടാൻ ഒരു പക്ഷേ ശ്രമിച്ചു കാണും. അപ്പോൾ ആ ഒരു ഹ്യൂമൻ എലിമെൻറ്റ് ഇസ് ഓൾസോ ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഡൽഹിയിലെ കാര്യം പറഞ്ഞു. ഞാൻ എപ്പോഴും ഈ ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. മുംബൈയിൽ മെട്രോ ട്രെയിനും ഉണ്ട്, സബർബൻ ട്രെയിനും ഉണ്ട്. സബർബൻ ട്രെയിനിൽ ആർക്കും നിയമം പാലിക്കാൻ പറ്റില്ല. കാട്ട്കോപ്പറി വന്ന് മൃഗങ്ങളെ കോളി ചാടി ഓടി കയറുന്നവർ അവർ നടന്ന ആ മെട്രോ സ്റ്റേഷനോട്ട് പോകുമ്പോൾ വളരെ പൂച്ചക്കുട്ടിയെ പോലാണ്. കാരണം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് കയറുന്നത്. കാരണം അത് ഡിസിപ്ലിൻഡ് അല്ലെങ്കിൽ യു കാൻ ഗെറ്റ് ഓൺ ദ ട്രെയിൻ. ട്രെയിനിൻ്റെ ഡോർ അടഞ്ഞാൽ ട്രെയിൻ നീങ്ങുള്ളൂ. മറ്റേ ട്രെയിനിൽ എങ്ങനെയും ജനലിൽ കളിച്ചു തൂങ്ങിയാലും ഒരു കൈ പിടിച്ചാണ്. സോ ഇഫ് യു ക്രിയേറ്റ് എ സിസ്റ്റം, പീപ്പിൾ വിൽ സ്റ്റാർട്ട് ഫോളോയിങ് ദറ്റ് സിസ്റ്റം. നമ്മുടെ നാട്ടിൽ ആ സിസ്റ്റം ബൈ ഡിഫോൾട്ട് ആൾക്കാർക്ക് ഫോളോ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടില്ല. ആ രീതിയിലേക്ക് മാറുമ്പോൾ മാത്രമേ ഉള്ളൂ ഇതിനൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ തന്നെ നമ്മുടെ RTO ചെയ്ത കാര്യം എന്താണ്, ഒരു വർഷം വണ്ടി 15 വർഷത്തേക്ക് ടാക്സ് അടച്ചു കഴിഞ്ഞു. ബട്ട് പണ്ടാണെങ്കിൽ എല്ലാ വർഷവും അതിൻ്റെ ഒരു ഫിസിക്കൽ ചെക്കപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അങ്ങനെയില്ല. ഞാൻ എൻ്റെ വണ്ടി രജിസ്റ്റർ ചെയ്യുക, പിന്നീട് 15 വർഷം കഴിഞ്ഞേ പോകുന്നുള്ളൂ. There is no process in place to check whether my brakes were working, whether my shock absorber or whatever. വിദേശത്ത് എവിടെ പോയാലും എല്ലാ വർഷവും ഇത് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ RTO കൊണ്ടുവരേണ്ടത്. അത് ഇറ്റ് ബിക്കേം എ പൊളിറ്റിക്കൽ ഡിസിഷൻ. കാരണം സർക്കാരിന് കൂടുതൽ വരുമാനം വേണം. അപ്പോൾ അവർക്ക് 15 വർഷത്തെ ടാക്സ് ഒരുമിച്ച് അങ്ങ് മേടിച്ച് അത്രയും കൂടെ വരുമാനമാണ് വേണ്ടത്. എന്നാൽ അത് ദാറ്റ് ഈസ് ഓക്കെ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു സിസ്റ്റം കൊണ്ടുവരിക. എല്ലാ വർഷവും നിങ്ങളുടെ വണ്ടികൾ പാസ്സാക്കണം, മെക്കാനിക്കലി ബ്രേക്സ് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ടയറിൻ്റെ വെയർ ഔട്ട്. റോഡുകളിലൊക്കെ കാണുന്ന വണ്ടികൾ, ചില വണ്ടികളുടെ ടയർ പോലും ഇല്ലാതെ തന്നെ തേഞ്ഞ് യാതൊരുവിധ ട്രെഡ് ഇല്ലാതെ ബ്രേക്ക് ഫെയിലിയർ ഒക്കെ ഉണ്ടാവുന്നു. ബട്ട് വൈ ഈസ് ദിസ് ബീങ് ഹാപ്പനിങ്? ബിക്കോസ് ദ സിസ്റ്റം ഈസ് നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് ഇറ്റ്. സോ ദാറ്റ് ആസ്പെക്ട് ഹാസ് ടു ഓൾസോ ബി കൺസിഡർ. സോ റോഡ് ഡിസൈനിൽ ചില ആസ്പെക്ട്സ് വന്നിട്ടുണ്ട്. ആ ആസ്പെക്ട്സ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം, അങ്ങനെ ഒരു 3-4 പോയിന്റ് വെച്ച് ഇത് എടുത്തു കഴിഞ്ഞാൽ സം ബിഗിനിങ് ക്യാൻ ബി മെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് 1 ഇയർ. ഓക്കെ, ഈ ഏരിയാസിലൊക്കെ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് നടത്താൻ പറ്റിയെന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. സോ ദാറ്റ്സ് മൈ സിമ്പിൾ സജഷൻ ഫോർ ദിസ്. ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പോൾ മുംബൈയിലെ മെട്രോ ബിഹേവിയറിനെ കുറിച്ച് പറഞ്ഞല്ലോ, ആളുകളുടെ സബർബനിലേക്കും മെട്രോയിലേക്കും. നമ്മൾ കൊച്ചി പോയാലും ഇത് തന്നെ കാണാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊച്ചി മെട്രോയിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ്. ആ ബിഹേവിയർ അല്ല ഒരുപക്ഷെ നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലോ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലോ ചെന്ന് കഴിഞ്ഞാൽ ആളുകളുടെ കയ്യിൽ നിന്ന് കാണുക, അല്ലെങ്കിൽ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുമ്പോൾ ആ ബിഹേവിയർ അല്ല നമ്മൾ കാണുക. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇത് സ്വീകരിക്കാൻ നമ്മൾ ആസ് എ സൊസൈറ്റി എത്രത്തോളം വില്ലിങ് ആണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ KB ഗണേഷ് കുമാറിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. KB ഗണേഷ് കുമാർ മന്ത്രിയായിട്ട് വന്ന സമയത്ത് ഈ ലൈസൻസിങ് കുറച്ചുകൂടെ, അതായത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിനുള്ള പരീക്ഷകളൊക്കെ കുറച്ചുകൂടെ കർശനമാക്കാൻ തീരുമാനിച്ചപ്പോൾ ഭയങ്കരമായിട്ടുള്ള റിസൻമെൻറ്റ് നമ്മളുടെ സൊസൈറ്റിയിൽ നിന്ന് ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളൊരു അപകടം ഉണ്ടാകുന്നു, അവിടെ ഒരു ദുരന്തം ഉണ്ടാകുന്നു, നമ്മളെല്ലാവരും വേദനിക്കുന്നു, നമുക്ക് സങ്കടം ഉണ്ടാകുന്നു, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്, നമുക്ക് രോഷം ഉണ്ടാകുന്നു, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ നമ്മളെല്ലാവരും നമ്മളുടെ പതിവ് രീതികളിലേക്ക് പോവുകയും നമ്മൾ മാറേണ്ട ഒരു കാര്യമുണ്ട് ഇക്കാര്യത്തിൽ എന്നുള്ളൊരു തോന്നൽ അവസാനിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രശ്നം മലയാളിയുടെ ഒരു ഒരു എന്താ പറയുക, മലയാളി ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് മലയാളിക്കുണ്ട്. അത് മാറാതെ നമ്മൾ എന്ത് പരിഷ്കാരം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അതുകൊണ്ടല്ലേ പറഞ്ഞു യു ഹാവ് ടു ക്രിയേറ്റ് എൻ എൻവയൺമെന്റ്, ഒരു സിസ്റ്റം ഉണ്ടാക്കണം. ഇന്ന രീതിയിലാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുകയുള്ളൂ. അപ്പോൾ നമ്മുടെ റോഡിൻ്റെ ട്രാഫിക് ഇപ്പോൾ ഈ അടുത്തിടെയാണ് എടപ്പള്ളിയിൽ നിന്നും ആലുവയിൽ സൈഡിലേക്ക് കുറേയധികം യു ടേൺസ് ഉണ്ടായിരുന്നു NH റോഡിൽ. അതിപ്പോൾ അത് ക്ലോസ് ഡൗൺ ചെയ്തിട്ട് ഒരു 2 എണ്ണമായിട്ട് കുറച്ചു. അതുകൊണ്ട് തന്നെ ട്രാഫിക് ഫ്ലോ ഇസ് മച്ച് മോർ സ്മൂത്ത്. അപ്പോൾ അങ്ങനത്തെ ചില സിസ്റ്റമിക് ചേഞ്ചസ് വരുത്തുമ്പോൾ തന്നെ നമുക്ക് ദർ വിൽ ബി എൻ ഇംപ്രൂവ്മെന്റ് ഇൻ ദ വേ ട്രാഫിക് ഫ്ലോസ്. ഞാൻ താമസിക്കുന്ന സഹോദരനയ്യപ്പൻ റോഡിൻ്റെ ആണ് എറണാകുളത്ത്. ഈ സഹോദരനയ്യപ്പൻ റോഡ് വൈറ്റ്ല ജംഗ്ഷൻ തൊട്ട് മനോരമ ജംഗ്ഷൻ എനിക്കറിയില്ല എത്ര യു ടേൺസ് ആണ് ഫിക്സ് ചെയ്തേക്കുന്നത്. അത് പലപ്പോഴും ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുകയും, അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ജംഗ്ഷനിൽ നിന്ന് ആരെങ്കിലും പറയാം, ഞാൻ ദിവസവും സാറേ ഇവിടെ ഒരു 6 ഇടിയലും കാണാറുണ്ട്. കാര്യം അശാസ്ത്രീയമായിട്ടാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് വലിയ ഇടിയൊന്നും വരും, എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നിർത്തിയിട്ട് ഡ്രൈവർമാർ തമ്മിൽ വഴക്കുണ്ടാക്കി. അപ്പോൾ യു ആർ ക്രിയേറ്റിംഗ് ആൻ എൻവയൺമെന്റ് വേർ ആക്സിഡൻസ് ആർ ബൗണ്ട് ടു ഹാപ്പൻ. യു ആർ ഡിസൈനിങ് എ സിസ്റ്റം ഓർ നോട്ട് ഡിസൈനിങ് എ സിസ്റ്റം വേർ ആക്സിഡൻസ് ആർ ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ ആ ഒരു തിങ്കിങ് ഷിഫ്റ്റ് തന്നെ ചേഞ്ച് ചെയ്യണം. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും ആക്സിഡൻറ്റ് ഉണ്ടാകാതിരിക്കാനായിട്ടാണ് നമ്മുടെ ഹോൾ പർപ്പസ്. ആ ഒരു ചിന്ത അതിനകത്തൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, ഇതെല്ലാം കൂടി എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ കേരളത്തിലെ നമ്പേഴ്സ് will be better. I think in the last 10 months in Kerala, we've had more than 3,000 or 4,000 fatalities. I saw some statistics being put out. That's not a very simple number. Every person who meets with an accident and dies, somebody is hurt. A life lost is a life loss, and human lives are precious. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും തിങ്കിങ്ങുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു സൊസൈറ്റിയിൽ ഒരു സേഫായിട്ട് പെഡസ്ട്രിയൻസും വെഹിക്കിൾസും മൂവ് ചെയ്യാനായിട്ട് മുന്നോട്ടാണ്. It will take time, maybe 5 or 10 years. I'm sure that with time that people will start realizing the importance, and we will see a change in the society. ഞാൻ അവസാനമായിട്ട് ഒരിക്കൽ കൂടി ടോണി മാത്യുവിലേക്ക് ഒറ്റ തവണ കൂടി വളരെ ചുരുക്കി, ഈ നമുക്ക് മുമ്പ് വിദേശങ്ങളിലൊക്കെ പോകണമായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് പുതിയ സംവിധാനങ്ങൾ, പുതിയ സൗകര്യങ്ങൾ, എങ്ങനെയാണ് പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനൊക്കെ നമുക്ക് പുറത്ത് പോകണമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എന്തൊക്കെ രീതിയിലാണ് മാറ്റങ്ങളുണ്ടാകുന്നത്, എന്തൊക്കെ സൗകര്യങ്ങളാണ് പുതുതായിട്ട് വരുന്നത്, ഇതേക്കുറിച്ചൊക്കെ അറിയാൻ നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ സിസ്റ്റം, കേരളത്തിലെ ഈ സിസ്റ്റം, അത് ഉദ്യോഗസ്ഥരായാലും ഭരണനേതൃത്വമായാലും ഒരുപക്ഷെ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടാകുമോ, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ചിന്തിക്കാൻ നമുക്കിപ്പോഴും ഒരു ബാരിയർ അവിടെ ഉണ്ടോ? നമ്മളുടെ ഈ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിനും നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ലീഡർഷിപ്പിനും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനും ഒക്കെ ആ ഒരു ബാരിയർ നമ്മളിപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നുള്ളൊരു ബാരിയർ. നമുക്ക് ഞാൻ 2 കാര്യം വളരെ ക്വിക്കായിട്ട്. ഒന്ന്, നേരത്തെ രാജീവ് പറഞ്ഞത് യൂസർ നമ്മൾ മാറണ്ടേ എന്നുള്ളതാണ്. ഈ എല്ലാവരും യൂസറിനെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കും. കേരളത്തിൽ ഒരു വർഷം 50,000 അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. ഏകദേശം അത് ആ റേഞ്ച് ആയിരിക്കും. കോടികളിലാണ് നമ്മുടെ വെഹിക്കിൾ മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. എത്രയോ കോടികൾ, റൈറ്റ്? അപ്പോൾ അതിനകത്താണ് ഈ 50,000 അപകടം. അപ്പോൾ ഒരുപാട് പേര് വളരെ ഉത്തരവാദിത്തപരമായി വണ്ടി ഓടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കംപ്ലീറ്റ് യൂസർ പോപ്പുലേഷൻ വളരെ റെക്ലെസ് ആയിട്ടല്ല ബിഹേവ് ചെയ്യുന്നത്. റെക്ലെസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ഈ സൊസൈറ്റി കംപ്ലീറ്റ് റെക്ലെസ് ആണെന്നുള്ളത്. ഒരു റെക്ലെസ് ബിഹേവിയറിൻ്റെ അപ്പുറത്ത് 100 പേര് ചിലപ്പം വളരെ നല്ല രീതിയിലും സൂക്ഷിച്ചായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അപകടങ്ങളുടെ നില ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത് എന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട്. രണ്ടാമത്തത് പറഞ്ഞത്, ഒരു ജനാധിപത്യത്തിൽ ഈ സിസ്റ്റം എന്തുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരായ അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്തുകൊണ്ട് അതിനുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക? ഞാൻ വിശ്വസിക്കുന്നത് ഇതിനൊരു ഇലക്ട്രൽ കോൺസ്റ്റിറ്റ്യുവൻസി ഇല്ല. ഒരു ജനാധിപത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇതൊരു ബാറക് ഒബാമ ഒരു ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു +or -5% രാഷ്ട്രീയക്കാർ ആക്റ്റീവ് എന്നാണ് എൻ്റെ വിശ്വാസം. പൊളിറ്റിക്കൽ ഡിസിഷൻസ് അങ്ങനെ പോകും എന്നുള്ളതാണ്. ജനങ്ങളുടെ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ആവശ്യം, എനിക്ക് നല്ല സുരക്ഷിതമായ പൊതുവിടങ്ങൾ വേണം, റോഡ് സൗകര്യങ്ങൾ വേണം, നല്ല വാട്ടർ ക്വാളിറ്റി വേണം, എയർ ക്വാളിറ്റി വേണം എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രാഥമിക ആവശ്യങ്ങളായിട്ട് പോകുന്നതെങ്കിൽ പൊളിറ്റിക്സും ബ്യൂറോക്രസിയൊക്കെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതാണ് എൻ്റെ തിങ്കിങ്.
പക്ഷെ നമ്മുടെ ജനങ്ങളുടെ ഒരു വലിയ ആവശ്യമായിട്ട് ഇത് വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഒരു സത്യം. ഇതൊരു ന്യൂസ് മേക്കിംഗ് ഈവൻ്റ് ആകുമ്പോൾ നേരത്തെ രാജീവ് പറഞ്ഞ പോലെ അത് കഴിഞ്ഞ് ആൾക്കാർ പെട്ടെന്ന് അതിനെ മറന്നു പോകുന്നു. നമ്മുടെ ഒരു ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിനടുത്ത് നമ്മുടെക്ക് വേണ്ട നമുക്കെന്നെ ലീവബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ല, അല്ലെങ്കിൽ നമ്മളിന്ന് ചോദിക്കുന്നില്ല. നമ്മൾ ചോദിക്കുന്നത് വളരെ റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പള്ളികളും അമ്പലങ്ങളും ഉത്സവങ്ങളും പെരുന്നാളുകളുമാണ് നമ്മൾ റിവൽ ചെയ്യുന്നത്, നമ്മുടെ ആനന്ദം. നേരെ മറിച്ച് നമ്മുടെ ജലാശയങ്ങൾ ഭംഗിയായിട്ട് കിടക്കണമെന്നോ, നമ്മുടെ എയർ ക്വാളിറ്റി നല്ലതായിരിക്കണോ, നമ്മുടെ റോഡ് എൻവയോൺമെൻറ്റ് നല്ലതായിരിക്കണോ, നമ്മുടെ പൊതുയിടങ്ങൾ നല്ലതായിരിക്കണം എന്നുള്ള രീതിയിലുള്ളൊരു ആവശ്യം നമ്മൾ മുമ്പോട്ട് വെക്കുന്നില്ല. അതുകൊണ്ട് അവരതനുസരിച്ച് നമുക്ക് വേണ്ടത് നമുക്ക് കിട്ടുന്നു എന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. അത് വരേണ്ടത് മീഡിയയ്ക്കൊക്കെ ഒരു വലിയ റോളുണ്ട്. അങ്ങനത്തെ ഒരു ആവശ്യം ജനങ്ങളെ കൊണ്ട് പുഷ് ചെയ്യാനുള്ളതും അത് മാനിഫെസ്റ്റോകളിലും ലോക്കൽ ഗവൺമെൻറ്റുകളുടെ മാനിഫെസ്റ്റോയിലും സ്റ്റേറ്റ് ഗവൺമെൻറ് അത് വരേണ്ടതും ഇത് മുമ്പോട്ട് ഒരു പൊളിറ്റിക്കൽ പ്രയോറിറ്റി മുകളിലേക്ക് കയറി വരേണ്ടത് വളരെ ആവശ്യമാണ്. ഇതൊരു പൊളിറ്റിക്കൽ പ്രയോറിറ്റി മുകളിലേക്ക് ആസ് എ ഡെലിവറിയിൽ വരുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട തോമസ് ഐസക്കിൻ്റെ ഒരു ലോക്കൽ ഗവൺമെൻറ് ഒരു വിഷയങ്ങളുടെ ഒരു ഇൻവിറ്റേഷൻ കണ്ടു. വലിയൊരു സെമിനാർ നടത്തും. 28-30 സബ്ജക്ട്സ് ഉണ്ട്. ലോക്കൽ ഗവൺമെൻറ് എല്ലാ ചെയർപേഴ്സണെയും വിളിച്ച് ഒരു വലിയ കോൺഫറൻസ് നടത്തും 2 ദിവസം. അതിനകത്ത് ഗതാഗതം എന്നൊരു സബ്ജക്റ്റേ ഇല്ല, റോഡ് സുരക്ഷ എന്നൊരു സബ്ജക്റ്റേ ഇല്ല. ഒരുപാട് കാര്യങ്ങളാണ് അതിനകത്ത്. തൊഴിലുറപ്പ്, ഹെൽത്ത് എല്ലാം കറക്റ്റ് വേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഗതാഗതവും റോഡ് സുരക്ഷയില്ല. അപ്പോൾ നമുക്കുള്ള പൊളിറ്റിക്കൽ പ്രയോറിറ്റി നമുക്ക് ഇപ്പോഴും ആയിട്ടില്ല. നമ്മളെപ്പോഴും ഒന്ന് വികാരം പ്രകടിപ്പിക്കും, കോമ്പൻസേഷൻ കൊടുക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ യൂസർ കാര്യങ്ങൾ ചെയ്യുമെന്നല്ലാതെ നമുക്ക് ചെയ്യുന്നില്ല. പിന്നെ നേരത്തെ രാജീവ് ചോദിച്ചാൽ എന്താണൊരു ഇനിഷ്യൽ ലോ ഹാങ്ങിങ് ഫ്രൂട്ട് എന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പീഡ് കൺട്രോൾ. ഈ ഗവൺമെൻറ്റിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് മൊത്തത്തിൽ സ്പീഡ് കൺട്രോളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ മൊത്തം നെറ്റ്വർക്കിൻ്റെ സ്പീഡിനെ ഒന്ന് അനലൈസ് ചെയ്യുക, സ്പീഡ് ലിമിറ്റ്സിനെ അനലൈസ് ചെയ്യുക, കറക്റ്റായിട്ട് സ്പീഡ് ലിമിറ്റ്സ് അസൈൻ ചെയ്യുക, എന്നിട്ട് ആ സ്പീഡിനെ കൺട്രോൾ ചെയ്യാനുള്ള എൻഫോഴ്സ്മെൻറ്റ്. ബാക്കിയൊക്കെ ഓക്കെ, ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റൊക്കെ ഇപ്പോൾ 80% കംപ്ലയൻസ് ആയി, എന്നിട്ടും മരണങ്ങളുടെ നിരക്കോ അപകടങ്ങളുടെ നിരക്കോ കുറയ്ക്കുന്നില്ല. സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുക, ചിലപ്പോൾ നമുക്ക് കുറച്ച് നല്ല റിസൾട്ട് നെക്സ്റ്റ് 2 to 3 years കിട്ടും. ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് തുടങ്ങണമെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ റോഡുകളുടെ ഇപ്പോഴത്തെ കണ്ടീഷനും വാഹനങ്ങളുടെ സാന്ദ്രതയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേഗത നിയന്ത്രിച്ച് തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ ആക്സിഡൻസിൻ്റെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. ഇത് പറയുമ്പോൾ പോലും അത്ര ശുഭപ്രതീക്ഷ എനിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റോഡുകളിൽ ഓടുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കാവുന്ന ലൈറ്റുകളെ സംബന്ധിച്ച് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടല്ല കേരളത്തിലെ റോഡുകളിൽ വാഹനങ്ങളുടെ ലൈറ്റുകളുണ്ട്. ഇത് നിയന്ത്രിക്കണം എന്നുള്ള ആവശ്യം വളരെ കാലങ്ങളായിട്ടുണ്ട്. പക്ഷേ ഇതേവരെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് വലിയ ശുഭാപ്തി വിശ്വാസം നമുക്കില്ല. പക്ഷേ നമുക്കിത് തുടങ്ങി വെക്കാം. പുതിയൊരു വെറുതെ ഒരു ബ്ലെയിം ഗെയിം അല്ലാതെ എന്താണ് യഥാർത്ഥത്തിൽ ഡിസ്കസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളിതിനെ കാണേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഡിസ്കഷനെങ്കിലും നമുക്ക് തുടങ്ങി വെക്കാം. അതുമാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇൻസൈറ്റിൽ പങ്കെടുത്തതിന് 2 പേർക്കും നന്ദി അറിയിക്കുന്നു. വളരെ തിരക്കിനിടയിലാണ് നിങ്ങളുടെ സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചത്. വളരെയധികം നന്ദി ഇൻസൈറ്റിൽ പങ്കെടുത്തതിന്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. താങ്ക് യു വെരി മച്ച് 2 പേർക്കും ഒരിക്കൽ കൂടി. താങ്ക് യു വെരി മച്ച്.